بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد فيا أيها الناس أوصيكم عباد الله وإياي بتقوى الله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. صدق الله العلي العظيم. ആദരണീയരായ സയ്യിദുമാരെ, നാം അനുസ്മരിക്കുന്ന ആദരണീയരിൽ ആദരണീയരായ ബഹുമാനപ്പെട്ട മൗലാന മർഹൂം കുഞ്ഞറുമുട്ടി ഉസ്താദ് അവരുടെ പ്രിയ ശിഷ്യനും അനുജൻ്റെ പുത്രനുമായ പ്രൊഫസർ എ അബ്ദുൽ ഹമീദ് സാഹിബ് അവരുടെ, ഈ സ്ഥലം ഖത്തീബ് അവരുടെ, സ്റ്റേറ്റ് സുന്നി യുവജന ഫെഡറേഷൻ അധ്യക്ഷൻ സയ്യിദ് ഹാഷിം ബാഫി അവരുടെ, കേരള സംസ്ഥാന ജമിയത്തുൽ ഉലമ മുഷാവറ മെമ്പർ കൂടിയായ സഹപ്രവർത്തകൻ ബഷീർ മൗലവി, സയ്യിദ് യാക്കൂബ് തങ്ങൾ തുടങ്ങി സ്റ്റേജിലിരിക്കുന്ന മഹത്തുക്കളെ, സദസ്സിലിരിക്കുന്ന മഹത്തുക്കളെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, 40 വർഷം മുൻപ് വഫാത്തായ ഒരു മഹാനെ തുടർച്ചയായി അനുസ്മരിക്കപ്പെടാതെ പെട്ടെന്നുണ്ടാകുന്ന ഒരനുസ്മരണ പരിപാടിയാണ്. അവരുടെ ഏക മകനും ഏക സന്താനവുമായ പ്രിയപ്പെട്ട സുഹൃത്ത് അബ്ദുൽ അസീസ് മുസ്ലിയാർ, അദ്ദേഹം ഗൾഫിലായിരുന്നു കുറേ കാലമെന്ന് നമുക്കറിയാം. അതുകൂടി ഈ അനുസ്മരണം അവിടം മുതൽ തുടർന്നു പോരാതിരിക്കാൻ കാരണമാണ്. മാത്രമല്ല, ഈ പ്രദേശത്ത് അവർ 2 ദശാബ്ദത്തിലേറെ കാലമേ ആയിട്ടുള്ളൂ വന്നിട്ടെന്ന് പ്രത്യേകം ഉണർത്തിയല്ല. നമ്മൾ ഓർക്കുന്ന മഹാനരുടെ പ്രവർത്തന സ്ഥലം അവരറിയപ്പെടുന്നതും ഫറൂഖുകാരനായാണ്. കോഴിക്കോട് മർക്കസുൽ ഫാറൂഖി എന്ന പേരിൽ ഒരു ഖുർആൻ പഠന കേന്ദ്രമുണ്ടല്ലോ പ്രസിദ്ധമായ. ആ ഫാറൂഖി എന്നത് ഫറൂഖുകാരൻ എന്ന പേരിൽ ബഹുമാനപ്പെട്ടവരുടെ സ്മാരകമായി സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള മഹത്തായ സ്ഥാപനമാണ്. അപ്പോൾ ഫറൂഖുകാരൻ എന്ന പേരിൽ തന്നെയാണ് അവരക്കാലത്ത് അറിയപ്പെടുന്നത്. ഫറൂഖ് കോളേജിനടുത്ത് സുന്നികളായ വിദ്യാർത്ഥികൾക്കും ആ പ്രദേശത്തുള്ളവർക്കുമെല്ലാം ഒരു ജുമുഅ ആരംഭിക്കുന്നതിന് വേണ്ടി ഈ പറഞ്ഞ ജലസേചന പരിപാടിയുടെ മറുവശമാണത്. മതപരമായി അവിടെയുള്ള വിദ്യാർത്ഥികൾക്ക് മറ്റു വിഭാഗത്തിൻ്റെ ജുമുഅയും ജമാഅത്തിൽ പങ്കെടുക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടെങ്കിലും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ആളുകൾക്ക് ജുമുഅയും ജമാഅത്തുമൊക്കെ നടത്തുന്നതിന് വേണ്ട ഒരു മഹത്തായ പള്ളി ഈ ഫറൂഖ് കോളേജിനടുത്ത് നിർമ്മിച്ചിട്ടുള്ളതും ബഹുമാനപ്പെട്ട നമ്മൾ അനുസ്മരിക്കുന്ന കുഞ്ഞറുമുട്ടി മുസ്ലിയാരും അവരുടെ സഹോദരങ്ങളും തന്നെയാണ്. ആ നിലക്കും ഫറൂഖ് കോളേജും ഫറൂഖുമായിട്ടാണ് അവരുടെ ബന്ധം. അവിടെ വഫാത്തിൻ്റെ ഉടനെയായി കുറച്ച് വർഷങ്ങൾക്ക് ശേഷവും അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. മുന്നിൽ നിന്നിരുന്നത് നമ്മുടെ പ്രൊഫസർ എ അബ്ദുൽ ഹമീദ് സാഹിബ് തന്നെയാണ്. ഇപ്പോഴും അദ്ദേഹം പറയുന്നത് ജുമുഅത്ത് പള്ളിയിലും അതുപോലെ അവിടെ അവർ നടത്തുന്ന സ്ഥാപനത്തിലും അവരെ അനുസ്മരിക്കുന്നുണ്ടെന്നാണ്. പക്ഷേ ഞാനൊരു ആദ്യമായി അത് ആരംഭിക്കുന്ന ഒരു തവണ മാത്രം ആ അനുസ്മരണ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. മറ്റനേകം സദസ്സുകളിൽ ബഹുമാനപ്പെട്ടവരെ അനുസ്മരിക്കാൻ
സന്ദർഭമുണ്ടാകുന്നുണ്ട് എന്നതൊരു സൗഭാഗ്യമാണ്. അതിന് കാരണം ഇവിടെ വിവരിക്കപ്പെട്ടതുപോലെ അവരുടെ ജീവിതത്തിൻ്റെ സായം സന്ധ്യയിൽ അല്പം വർഷക്കാലം ആ മഹാനരുമായും അവരുടെ സഹപാഠിയും അങ്ങേയറ്റം അവിടുന്ന് ഇഷ്ടപ്പെടുന്ന ആത്മസുഹൃത്തുമായ ബഹുമാനപ്പെട്ട ശൈഖുന താജുൽ ഉലമ, വണ്ടൂരിലെ താജുൽ ഉലമ അവർകളുമായും അവരുടെ അവസാന കാലത്തുള്ള ഏതാനും വർഷങ്ങൾ കൂടിയാടാനും അവരുടെ സുഹബത്തിനും അവസരം ലഭിച്ചു വന്നത് ഈമാനും ഇസ്ലാമും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി എന്ന നിഅമത്ത് കഴിഞ്ഞാൽ ജീവിതത്തിൽ അല്ലാഹു തആലയിൽ നിന്ന് ലഭിച്ച ഏറ്റവും വലിയ നിഅമത്തായി ഞാൻ വിലയിരുത്തുന്നു, മനസ്സിലാക്കുന്നു, അനുസ്മരിക്കാറുണ്ട്. അത്തരമൊരു 3 പണ്ഡിതന്മാർ, ആ നിലയിലുള്ള പണ്ഡിതന്മാർ, അതിലേറ്റവും പ്രായക്കൂടുതലുള്ളത് ബഹുമാനപ്പെട്ട ഇന്ന് നമ്മൾ അനുസ്മരിക്കുന്നവർ തന്നെയാണ്. അവരുടെ പ്രായക്കൂടുതൽ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കേരളത്തിൽ ഇന്നത്തെ തലമുറ അറിയുന്നതിൽ കേരള ഉലമാ നിലയിൽ ഏറ്റവും പ്രായമുള്ളവരായി എണ്ണുക റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ അവർകളാണ്. അള്ളാഹു അവരുടെ മദദ് കൊണ്ട്, ബറക്കത്ത് കൊണ്ട് നമ്മെ ഇരുവീട്ടിൽ വിജയിപ്പിക്കുമാറാവട്ടെ. പക്ഷേ അവരുടെയും 2-3 വയസ്സ് മുതിർന്നവരാണ് നമ്മളിപ്പോൾ അനുസ്മരിക്കുന്നത്. ഇവിടുത്തെ ഉസ്താദ് ചോദിച്ചു, ഈ അനുസ്മരിക്കുന്ന ആളെ നിങ്ങൾ ശരിക്കുമാരാണോ? അപ്പോൾ ഞാൻ ആലോചിക്കുന്നു, ബഹുമാനപ്പെട്ട കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ അവർകളുടെയും 2-3 വയസ്സ് മുതിർന്നവരാണോ? ബഹുമാനപ്പെട്ട കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ, അതുപോലെ തന്നെ വണ്ടൂരിലെ ശൈഖുന താജുൽ ഉലമ, കൈപ്പറ്റ വീരാൻകുട്ടി മുസ്ലിയാർ, ഇവരുടെയൊക്കെ കൂടെ സഹപാഠിയായിക്കൊണ്ടാണ് ബഹുമാനപ്പെട്ടവർ വാഴക്കാട് ദാറുൽ ഉലൂമിൽ പഠിച്ചിരുന്നത്. അന്നേ അവർ പണ്ഡിതരാണ്, വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്തെ പണ്ഡിതരാണ്. ബൈളാവി, ബുഖാരി, മഹല്ലി തുടങ്ങിയുള്ള അനേകം ഗ്രന്ഥങ്ങൾ അവരൊരുമിച്ച് ഓതിയിട്ടുള്ള ശരീക്കുമാരാണ്, സഹപാഠികൾ. ആ സഹപാഠികളുടെ നിരയിൽ അവരുടെ കൂടെ ഓതിയിട്ടില്ലെങ്കിലും നാദാപുരത്തെ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ കീഴനൂർ, അവരുമായിട്ടുള്ളൊരു സുഹബത്തും കുറച്ചുകൂടി ദീർഘമായി, അവർ കുറച്ചുകൂടി ദീർഘമായി 2000 വരെ അല്ലാഹു തആല ദീർഘായുസ് നൽകിയതുകൊണ്ട് കുറച്ചുകൂടി ദീർഘമായ സുഹബത്ത് അവരുമായി ലഭിച്ചു. ഈ 2 മഹാത്മാക്കളുമായും 974 ബഹുമാനപ്പെട്ട കുഞ്ഞിറമുസ്ലിയാരുടെ പ്രസംഗം കേൾക്കുന്നതും സംസാരം കേൾക്കുന്നതും സ്റ്റേജിൽ വെച്ച് കാണുന്നതും. എങ്കിലും അടുത്ത് അവരുടെ സുഹബത്ത് കൈമുത്താനും അതുപോലെ ബന്ധപ്പെട്ട് അറിയാനും പറ്റുന്നൊരവസരം ശൈഖുന താജുൽ ഉലമയോടൊപ്പം 978 വണ്ടൂരിൽ വന്ന ശേഷമുള്ള കാലമാണ്. അവിടം തൊട്ടുള്ളൊരു 6-7 വർഷം 1985 ശഅബാൻ മാസത്തിൽ ബഹുമാനപ്പെട്ട ശൈഖുന താജുൽ ഉലമ അവർകളും ആ ശഅബാൻ കഴിഞ്ഞ് ശവ്വാൽ, റമദാൻ, ശവ്വാൽ, ദുൽഖഅദ, ദുൽഹിജ്ജ, ഈ ദുൽഹിജ്ജ മാസത്തിൽ ബഹുമാനപ്പെട്ട അവരുടെ സഹപാഠിയായ നമ്മളിപ്പോൾ അനുസ്മരിക്കുന്ന ബഹുമാനപ്പെട്ട മൗലാന കുഞ്ഞിറമുട്ടി ഉസ്താദ് അവർകളും 2 പേരും വഫാത്തായി. 2 പേരുടെയും 40ാമത്തെ വഫാത്തിൻ്റെ വർഷമാണ്. ആ ഒരു 6-7 വർഷം അവരുമായിട്ട് ഇടയ്ക്കിടെ വണ്ടൂരിൽ താമസം തന്നെയാണ്, താമസിച്ച് പഠിക്കുകയാണല്ലോ. താമസിച്ച് പഠിക്കുന്നതിലുപരി ശൈഖുനായോടൊപ്പം കോഴിക്കോട് വരുമ്പോഴെല്ലാം ശൈഖുന അവറുകൾ കുറ്റിച്ചിറപ്പള്ളിയിലാണ് അന്ന് എൻ്റെ കാലത്ത് ബഹുമാനപ്പെട്ടവർ ചേർത്തുന്നത്. അതിൻ്റെ മുമ്പാണ് മുദാക്കരയിൽ. ഈ കുറ്റിച്ചിറപ്പള്ളിയിൽ ദർസ് നടക്കുന്ന അക്കാലത്ത് ശൈഖുന താജുൽ ഉലമ അവറുകൾ കോഴിക്കോട് വന്നാൽ അവിടെ മൂപ്പരുടെ അടുത്ത് പോകാതെ, അവിടെ പോയി കുറേ കൂടി സംസാരിക്കാതെ, അവർ തമ്മിലുള്ള പഴയ കാലത്ത് ഓർമ്മകൾ പങ്കുവെക്കാതെ പിരിയാറില്ല. ആ നിലക്കുള്ള ബന്ധത്തിലും ചർച്ചയിലും ഒരുപാട് പുറകോട്ട് കേരളീയ ചരിത്രത്തിൽ നാം ഓർത്തു വയ്ക്കേണ്ടവരും മനസ്സിലാക്കേണ്ടവരുമായ വലിയ ഉലമാക്കളെ മനസ്സിലാക്കാൻ, അവരെ പരിചയപ്പെടാൻ ഈ 3 മഹത്തുക്കളിലൂടെ സാധിച്ചു വന്നതാണ്
പ്രായം കൊണ്ടും വയസ്സുകൊണ്ടും വളരെ ഇളയ അവരുടെ പേരക്കുട്ടിയാകാൻ പ്രായമായപ്പോൾ മാത്രം അവരുമായി സുഹൃത്തിന് സാധിച്ചിട്ടുള്ള ഈ ഉള്ളവന് ലഭിച്ചിട്ടുള്ള മഹത്തായ സൗഭാഗ്യം. കയ്യ് മുത്തുമ്പോൾ ബഹുമാനപ്പെട്ടവർ കയ്യ് മുത്തുമ്പോൾ തരില്ല, എന്നിട്ടും എന്നാലും നിർബന്ധപൂർവ്വം മുത്തുമ്പോൾ അവർ പിടിച്ച് ചുണ്ടും നമ്മളെ ചുണ്ടും കൂടി ചുംബിച്ചിട്ട് പകരം ചുംബിച്ചിട്ടേ മുപ്പത് കയ്യ് മുത്തിന് ആ കയ്യ് മുത്തിയ ചുണ്ട് മുത്തുകയാണ്. അത് പറയുമ്പോൾ പറയും, എൻ്റെ കയ്യ് ഞാനും മൂപ്പരും കളിക്കുന്നത്, അതായത് വണ്ടൂരിലെ മൂപ്പരെയാണ് ഉദ്ദേശിക്കുന്നത്, ഞാനും മൂപ്പരും കളിക്കുന്നത് കണ്ട് നിങ്ങൾ അങ്ങനെ ഞങ്ങൾ സമത്തിലാണെന്ന് വിചാരിക്കുന്നത്, ഞങ്ങൾ സമത്തിലാണെന്ന് വിചാരിക്കുന്നത്. മൂപ്പർ എവിടെയോ ഉയർന്ന ആളാണ്, ഞാൻ ആ രൂപത്തിലല്ല എന്ന് ബഹുമാനപ്പെട്ടവർ പറയുമ്പോൾ ആ മനസ്സിൻ്റെ വിനയം, ആ മനസ്സിൻ്റെ ഒരു താഴ്മ എത്ര വലുതാണ്. അവിടെയാണല്ലോ ആളുടെ വലിപ്പം. അള്ളാഹു അവർക്ക് മുന്തിയ ജസാ നൽകുമാറാവട്ടെ. ആ മഹാനർക്ക് ലഭിച്ചിട്ടുള്ള സൗഭാഗ്യം നിങ്ങളിപ്പോൾ ഈ കേട്ടതുപോലെ ആ വഫാത്തിൻ്റെ സന്ദർഭം എന്ന് പറയുന്നത് ചിലപ്പോൾ കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമായുടെ പ്രസിഡന്റ് മൗലാന താഴേക്കോട് കുഞ്ഞലി മുസ്ലിയാർ അവர்கள் പട്ടിക്കാട് ജാമിയ നൂരിയ അറബി കോളേജിൻ്റെ സ്ഥാപന കാലത്ത്, അതിൻ്റെ സ്ഥാപിക്കുന്ന കാലത്തുള്ള അതിൻ്റെ സദർ മുദരിസ്, അതായത് പ്രിൻസിപ്പാളിനെന്ന് അതാ പറയാം, ആ സദർ മുദരിസായിരുന്നു ബഹുമാനപ്പെട്ട താഴേക്കോട് കുഞ്ഞലി മുസ്ലിയാർ അവர்கள். അവർ വഫാത്താകുന്ന നേരത്തുണ്ടായ അനുഭവമാണ്. അവരിങ്ങനെ കിടക്കുമ്പോൾ നല്ല സൗന്ദര്യമുള്ള കുറേ കുട്ടികൾ പൂവ് കൊണ്ട് തരുന്നു, അത് വാങ്ങാമെന്ന് പറഞ്ഞു കണ്ട് അതിങ്ങനെ കൈനീട്ടി വാങ്ങിക്കൊണ്ടാണ് അവർ വഫാത്തായത്. അപ്പോൾ കേരള സംസ്ഥാന ജംഇയ്യത്തുൽ പ്രസിഡൻ്റാണല്ലോ അവരുടെ ചരിത്രം പറയുന്നത് കേട്ടപ്പോൾ അതേ ചരിത്രമായിരിക്കും സംസ്ഥാന ജംഇയ്യത്തുൽ പ്രസിഡന്റ് എന്ന് പറയുന്നത് കുഞ്ഞറബ് മുസ്ലിയാർ അവർകളായിരിക്കും എന്ന് ഓർത്തുകൊണ്ടുള്ള ഒരു സംസാരമായിരിക്കാം ആ കേട്ടത്. അല്ലാതെ കെട്ടിക്കൂട്ടി എന്തെങ്കിലും പറഞ്ഞതായിരിക്കാനിടയില്ല. എന്നാലും മകൻ അവിടെ ശരിയായ അർത്ഥത്തിൽ തന്നെ തിരുത്തിയത് വളരെ അർത്ഥവത്തായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ബാപ്പയുടെ അതേ ഇസ്തിഖാമത്തിൻ്റെ വഴി തന്നെ സ്വീകരിച്ചുകൊണ്ട് ബാപ്പയ്ക്കൊരിക്കലും ബാപ്പയുടെ പേരിൽ വലിയൊരു പദവിയാണ് പറയുന്നതെങ്കിലും വലിയൊരു മഹത്വമാണ് പറയുന്നതെങ്കിലും ആ മഹത്വം കളവായ നിലയിൽ പറയുന്നത് ഒരിക്കലും ഇഷ്ടപ്പെടില്ല എന്ന് ഓർത്തുകൊണ്ട് തന്നെ ഉത്തരവാദിത്വ ബോധത്തോടുകൂടെ അത് ആ സദസ്സിൽ വെച്ച് തന്നെ തിരുത്തിയത് വളരെ സന്തോഷകരമായൊരനുഭവമായി ബാപ്പ അനുഭവിക്കും, ബർസഖിൽ അവരനുഭവിക്കും എന്നു തന്നെ നമ്മൾ മനസ്സിലാക്കുകയാണ്. നമ്മൾ ഓർക്കുന്നവരെ സംബന്ധിച്ച് സുദീർഘമായി ഞാൻ കുറച്ച് സംസാരിക്കുന്ന ആൾ തന്നെയുള്ളൂ. അപ്പോൾ ആ നിനക്ക് പറയണമെങ്കിൽ നല്ലോണം പറയാൻ കിട്ടും. 6 കൊല്ലത്തെ ബന്ധത്തിൽ വെച്ച് നല്ലോണം പറയാൻ കിട്ടും. അതിലവസാനമാണെങ്കിൽ ഒരു 2 വർഷക്കാലം അവരുടെ തന്നെ നിർബന്ധത്തിൻ്റെ പേരിലും അവരുടെ തന്നെ പ്രത്യേകമായ ഒരു അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയ ഒരു സൗഭാഗ്യമെന്ന് പറയാം. കോഴിക്കോട് അവർ താമസിക്കുന്ന കുറ്റിച്ചെറു ജുമുഅത്ത് പള്ളിയിൽ നിന്ന് വെള്ളിയാഴ്ച ജുമുഅക്ക് വരാൻ വേണ്ടി സൗകര്യപ്പെടുന്ന വിധം പരപ്പിൽ മുഹിയുദ്ദീൻ പള്ളിയിൽ ജുമുഅ ആരംഭിച്ചതും അവിടെ ദർസ് ആരംഭിച്ചതും അതിൻ്റെ എല്ലാ ക്രെഡിറ്റും അതിൻ്റെ എല്ലാ പിന്നിലുള്ളതും ബഹുമാനപ്പെട്ട മൗലാന കുഞ്ഞറമുട്ടി മുസ്ലിയാർ അവർകൾ തന്നെയാണ്. ഇന്നും ആ ജുമുഅ അങ്ങനെ തന്നെ നടന്നു വരുന്നുണ്ട്. അവർക്ക് ജുമുഅ കൂടാൻ പറ്റുന്ന തരത്തിൽ പച്ചക്ക് പറഞ്ഞാൽ ലൗഡ് സ്പീക്കർ ഉപയോഗിക്കാതെ ഖുതുബ ഓതുന്ന ആ നല്ലൊരു ജുമുഅയായിട്ട് തന്നെ അവിടെ ഒരു ജുമുഅ കോഴിക്കോട് അവർക്ക് വരാൻ, കുറ്റിച്ചിറ ജുമുഅത്ത് പള്ളിയിൽ ദർസ് നടത്തുന്ന അവർക്ക് എന്നും വെള്ളിയാഴ്ച നാട്ടിലേക്കോ മറ്റോ പോകണമല്ലോ. അന്ന് നാട്ടിലില്ല, ഭക്ഷണമൊന്നുമില്ല. അവിടെ ഉണ്ടാവുന്നത് അവർ പ്രത്യേകം പറഞ്ഞിരുന്നതാണ്. പല്ല് കടിച്ചിട്ട് മൂപ്പർ പറയുന്ന പറച്ചിൽ പറയും അവിടെ ഉണ്ടാവരുന്നത് ഉണ്ടാവില്ല എന്നായിരുന്നു. നമ്മൾ ഒരുപാട് പറഞ്ഞിരുന്നു അവിടെ എഴുതി വെക്കണം, അങ്ങനെ ആക്കണം എന്നൊക്കെ പലപ്പോഴും ഒക്കെ സാഹിബ് ഇരുന്നുകൊണ്ട് പറയുന്നതിന് വിഷമം വിചാരിക്കരുത്. ഞങ്ങൾക്കുണ്ട് പ്രയാസം. ആ പ്രയാസം കൊണ്ട് പറഞ്ഞു പോവുകയാണ്. എപ്പോഴെങ്കിലും ഒരു സന്ദർഭം കിട്ടുമ്പോഴല്ലേ അതൊക്കെ പറയാം. ആ സമയത്ത് വളരെ പല്ലിറുമ്മിക്കൊണ്ടവർ പറയാറുണ്ട്, ഒരിക്കലും അവിടെ വെക്കില്ല, അങ്ങനെ ധൈര്യം വരില്ല. എങ്ങനെയാണ് നമ്മൾ പ്രത്യേകം പറയും, എങ്ങനെയും എഴുതിയിട്ട് നമ്മൾ രേഖപ്പെടുത്തിയിട്ട് രജിസ്റ്റർ ചെയ്യണം പള്ളിയിലാക്കും. അത് ചെയ്യൂല, അത് ഹമീദ് ചെയ്യൂല എന്നാണ് മൂപ്പർ പറഞ്ഞത്. അത്ര വലിയ വിശ്വാസം ഹമീദ് എന്ന ഈ പുത്രനിലും അതുപോലെ അവരുടെ ഒരു ശിഷ്യനുമാണല്ലോ. ശിഷ്യൻ തന്നെ എങ്ങനെ ശിഷ്യത്? എ കെ അബ്ദുൽ ഹമീദ് പ്രൊഫസർ എന്ന് പറയുമ്പോൾ
നമ്മൾ അങ്ങനെ കേൾക്കുന്നൊരു പ്രൊഫസർ എന്ന് പറഞ്ഞാൽ പോരെ, നല്ല മൂല്യമാണ്, ഒന്നാം ഗണ മൂല്യം. അതായത് കേരള സംസ്ഥാന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 8/4/67 ലൗഡ് സ്പീക്കർ സംബന്ധിച്ചുള്ള തീരുമാനമെടുക്കുന്ന ആ സമയത്ത് ആദ്യമായി ഈ വിഷയം മുശാവറയിൽ ചർച്ച ചെയ്യുമ്പോൾ മുശാവറയിലെ ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് കിതാബിൽ വല്ല ഇബാറത്തുണ്ടോ, നമ്മളെ വല്ല കിതാബിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആരോ ഒരാൾ മൂപ്പര് വായിച്ചു കൊടുത്തു ബിഅൻ യർഫഅൽ ഖതീബു സൗതഹു എന്ന്. മൂപ്പർ എപ്പോഴും പ്രസംഗിക്കുന്നതാണത്. ബിഅൻ യർഫഅൽ ഖതീബു സൗതഹു എന്ന് പറഞ്ഞ ആ ഇബാറത്ത് ഞാൻ വായിച്ചപ്പോൾ അതൊന്നും അല്ല കുഞ്ഞുറൂട്ടില്ല, അവിടെ ബിഹൈസു എന്നും തോന്നുന്നുണ്ടല്ലോ എന്ന് മർഹൂം അണ്ടോണ അബ്ദുൽ മുസ്ലിയാർ തന്നെ അവർ പറയും. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, അവർ പറഞ്ഞാൽ അങ്ങനെയാണ് മണ്ടോണ അബ്ദുൽ മുസ്ലിയാർ ബിഹൈസു. പിന്നെ ബഹുമാനപ്പെട്ട കോട്ടുമല അബൂബക്കർ മുസ്ലിയാറുകളും അങ്ങനെ ഇബാറത്തുണ്ടോ എന്ന സംശയം പ്രകടിപ്പിച്ചപ്പോൾ തുഹ്ഫയുടെ നമ്പർ എഴുതിയിട്ട് മുദാക്കര പള്ളിയിലേക്ക് എടുത്തു കൊടുത്തയച്ചത് AK അബ്ദുൽ ഹമീദ് അവരുടെ അടുത്തേക്കാണ് എന്ന് എപ്പോഴും അവർ സംസാരിക്കാറുണ്ട്. ഈ പറയുന്ന കഥകൾ ആവർത്തിച്ച് പറഞ്ഞാൽ ഒരു മാറ്റവുമില്ലാതെ പല്ലെറിമിത്തൊണ്ടേ എങ്ങനെയാ സംഭവിച്ചവും പറയുന്നത് വെച്ചാൽ അങ്ങനെ തന്നെ പറയുന്നൊരു സ്വഭാവമാണ് മൂപ്പരുടെ സ്വഭാവം. ആ സ്വഭാവപ്രകാരം തന്നെ എഴുതി കൊടുത്തയച്ചതും അപ്പോൾ തുഹ്ഫ കൊടുത്തയച്ചതും ബഹുമാനപ്പെട്ടവരാണ്. അപ്പോൾ ആ നിലയ്ക്ക് ചിന്തിക്കുമ്പോൾ തുഹ്ഫക്കൊക്കെ കൊടുക്കാനും പറയാനൊക്കെ പറ്റുന്നൊരു മൂല്യരാണ് ഈ പ്രൊഫസർ AK അബ്ദുൽ ഹമീദ് എന്ന് പറയുന്നത്. അപ്പോൾ അവരെ ഉദ്ദേശിച്ചുകൊണ്ട് ആ പള്ളിയിലേക്ക് തന്നെ, ഫറൂഖ് കോളേജിലെ പള്ളിയിലേക്ക് തന്നെ ജുമാക്ക് പോകുന്നത് ഒഴിവാക്കാൻ പരപ്പിൽ മുഹിയുദ്ദീൻ പള്ളിയിൽ ജുമ തുടങ്ങാൻ എനിക്കവിടെ ഒരു വഴുതുണ്ടായി, അതൊരു ചെറിയ ചാൻസുമായി. ആ നിലക്ക് ആ പ്രദേശക്കാരുമായിട്ട് കുറച്ചങ്ങ് അടുത്തപ്പോൾ മൂപ്പരുടെ ശിഷ്യന്മാരായിട്ടുള്ള നല്ല ഒരു പറ്റം ആളുകൾ, മൂപ്പരുടെ ഒരു വലിയ ഇൽമിൻ്റെ ബറക്കത്ത് എന്താണെന്ന് വെച്ചാൽ സജീവമായി ഇന്തിഫാഴ് നടക്കുന്ന ഉപകരിച്ചുകൊണ്ടിരിക്കുന്ന ഇൽമാണ് ബഹുമാനപ്പെട്ടവരുടെ. മറ്റേതെങ്കിലും ഒരു ഉസ്താദന്മാരുടെ ഇൽമ എന്നൊക്കെ പറഞ്ഞാൽ സാധാരണ കുറേ മൂല്യന്മാരും മുദരിസുമാരങ്ങൾ വളർത്തിയിടും. ആ മുദരിസുമാരങ്ങനെ ദിവസം നടക്കും, ഉപകാരം തന്നെയാണ്. ഇൽമിൻ്റെ കൈമാറ്റം അങ്ങനെ നടക്കും, ഇൽമിനങ്ങനെ പകർന്നു കൊടുത്തുകൊണ്ടിരിക്കും, സംഗതി ശരിയാണ്. സാധാരണക്കാരായ ജനങ്ങൾ ഇൽമ് ജീവിക്കുക, സാധാരണക്കാരുടെ ജീവിതത്തിൽ, ദീനിയായ ജീവിതത്തിൽ ഇൽമ് സജീവമാവുക, ഈ നിലക്കുള്ളൊരു വലിയ സേവനമാണ് ബഹുമാനപ്പെട്ടവരുടെ ഇൽമിയായ സേവനം. ആ ഇൽമിയായ സേവനം കോഴിക്കോടും പരിസരത്തുമുള്ള നല്ല ഭക്തന്മാരായിട്ടുള്ള ആളുകളെ ബന്ധപ്പെട്ടാലും അവരുടെ ജീവിതം കണ്ടാലും അവർക്ക് ബഹുമാനപ്പെട്ടവരുടെ ദർസിൽ ഒരു ലേശം പങ്കെടുത്ത ബന്ധമുണ്ടാവും നമുക്ക് മനസ്സിലാക്കാം. അത്ര നല്ല ബന്ധം, നല്ല നല്ല ഭക്തന്മാർ. ആ ഭക്തന്മാരായ നാടന്മാരായ ഒരുപാട് മഹാന്മാർ ബഹുമാനപ്പെട്ടവരിൽ നിന്നും ഇൽമു പഠിച്ചുകൊണ്ടിരിക്കുകയും ആ ഇൽമു സജീവമാവുകയും ചെയ്യുന്നതാണ് മൂപ്പരുടെ പ്രത്യേക ബർക്കത്ത്. അള്ളാഹു അതെല്ലാം നല്ല ഉപകാരമുള്ള ബർസഖി ലോകത്തും അവരുടെ ദറജയിലും അള്ളാഹു തആല ഉപകാരം ധാരാളമാക്കി ഉയർത്തിക്കൊടുക്കുമാറാവട്ടെ. നാഫിയായ ഇൽമു തന്നെ അതൊരു വല്ലാത്ത സംഭവമാണല്ലോ. ഈ നിലക്കുള്ളൊരു ബർക്കത്ത് അവരുടെ ഇൽമിന് കിട്ടാൻ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവരെ സംബന്ധിച്ച് ഓർക്കാൻ കൂടുതൽ ചിന്തിക്കേണ്ടതില്ല. അവർക്ക് സൗഭാഗ്യം കിട്ടിയത് അന്നത്തെ കേരളത്തിലെ ഉലമാ നിരയിലെ പഴയ കാലത്തെ പൊന്നാനിയാണല്ലോ നമ്മുടെ ഇൽമിൻ്റെ കേന്ദ്രം പറയാം. ആ ഇൽമിൻ്റെ കേന്ദ്രമായ പൊന്നാനിയിൽ 2 മഖ്ദൂമുമാർ, വലിയ സൈനുദ്ദീൻ മഖ്ദൂമും ചെറിയ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളുടെയും ആ കാലത്ത് തുടങ്ങി വച്ചിട്ടുള്ള പൊന്നാനി ദർസിൻ്റെ പ്രൗഢമായ നില, ആ പ്രൗഢമായ നില അസ്തമിക്കാതെ നിലകൊണ്ടത് ബഹുമാനപ്പെട്ട തട്ടാങ്കര കുട്ടിയ മുസ്ലിയാർ അവറുകളും അല്ലാമ മഹദൂം പുതിയകത്ത് കുഞ്ഞമ്പാ മുസ്ലിയാർ അവറുകളും പൊന്നാനി നിൽക്കുന്ന കാലം വരെയാണ്. അവരുടെ വഫാത്തിന് ശേഷം പിന്നീട് പൊന്നാനിയിലെ ആ പ്രൗഢമായ അവസ്ഥ, പൊന്നാനിയെ വാഴ്ത്തി പറയുന്ന ആ പ്രൗഢമായ അവസ്ഥയില്ല. ആ 2 മഹാത്മാക്കളും പൊന്നാനി പള്ളിയിൽ വിലസുന്ന കാലത്താണ് അവർ കുട്ടിയായി അവിടെ ഓതുന്നത്. കുഞ്ഞറമുട്ടി സാഹിബ് പറയാറുള്ളത്, എനിക്ക് എൻ്റെ മുമ്പാണ് ഓതിയത്, എൻ്റെ മുമ്പാണ് ഓതിയത് എന്നാ മൂപ്പർ പറയും. ഞാൻ കേട്ടിട്ടില്ല. ശേഖുന പറയും അത് മൂപ്പർക്ക് മറന്നുപോയതാണ്, ഒരിക്കലും അങ്ങനെയല്ല. അപ്പോൾ മൂപ്പർ ഒരു കഥയാണ് പറയാറുള്ളത്, സാധാരണ ഒരു കഥ. മുക്കറി വന്നിട്ട് വിളിച്ചപ്പോൾ ആ വിളിച്ചിൻ്റെ ഇടയിൽ എഴുന്നേറ്റ് പോയി ഓടി എന്നുള്ളൊരു കഥ. അത് ഞാൻ ബഹുമാനപ്പെട്ട ശേഖുന താജുലമായുടെ മുമ്പിൽ വെച്ചു. കുട്ടികാർ പറയുന്ന കഥ അങ്ങനെ. അപ്പോൾ മൂപ്പർ പറഞ്ഞു, അന്ന് ഞാൻ ഓടിയപ്പെടുത്ത തട്ടം മൂപ്പരെ തട്ടാണ്, മൂപ്പർ പൊതിച്ച തട്ടെടുത്തുകൊണ്ടാണ് ഞാൻ ഓടിയത്
എന്ന്. അപ്പോൾ മൂപ്പർക്ക് അത് മറന്നുപോയതാണ് എന്നാണ് ബഹുമാനപ്പെട്ടവർ പറഞ്ഞത്. അപ്പോൾ ആ കാലത്ത് ഇളയ ആളാണ് ബഹുമാനപ്പെട്ട താജുൽ ഉലമ അവർകൾ. മുതിർന്ന ആളായിട്ട് മൂപ്പര് ഞാൻ കാണുന്നേ വലിയ മനുഷ്യനാണ്, വലിയ മൂല്യരായിട്ടാണ് അവിടെ ഉള്ളത് എന്നാണ് മൂപ്പര്. ഫത്തുൽ മുഈനൊക്കെ ഓതുന്ന മൂല്യരായിട്ടാണ് മൂപ്പരുണ്ട് എന്നാണ് പറയുന്നത്. ആരിൽ നിന്നാണ് അന്ന് ഓതുന്നത്? അന്നത്തെ വലിയ മുഫ്തിമാർ, ജനങ്ങൾക്ക് സമീപിക്കാനുള്ള മുഫ്തിമാരാണ് മർഹൂം തട്ടാങ്കര കുട്ടി മുസ്ലിയാർ അവറുകളും അതുപോലെ പുതിയത്ത് കുഞ്ഞമ്പ മുസ്ലിയാർ അവറുകളും. ഇന്നത്തെ നമ്മുടെ തലമുറക്ക് മനസ്സിലാകാൻ കേരളീയ ഉലമാ സമൂഹത്തിൽ അല്ലാമ ഖാത്തിമത്തുൽ മുഹഖ്ഖീൻ ശിഹാബുദ്ദീൻ അഹ്മദ് ബിൻ ഹജർ ഹൈതമി തങ്ങളവറുകളും അതുപോലെ ശംസുദ്ദീൻ മുഹമ്മദ് റംലി തങ്ങളവറുകളും എങ്ങനെയാണോ ഷാഫിഈ മദ്ഹബിന്, ആ രണ്ട് മഹാന്മാരും ഷാഫിഈ മദ്ഹബിൻ്റെ അവസാന വാക്കുകളെയും എന്നാൽ ഭിന്നാഭിപ്രായമുള്ളതിൽ അങ്ങേയറ്റം ഭിന്നാഭിപ്രായപ്പെട്ടുകൊണ്ടുള്ള ഉമ്മത്തിന് വളരെ സുന്ദരമായി ആലംബമായും അവലംബമായും സുഖകരമായ റഹ്മത്തായും നിലകൊള്ളുന്ന തരത്തിലുള്ള രണ്ട് മഹാത്മാക്കളാണ് ഇബ്നു ഹജർ തങ്ങളവറുകളും റംലി തങ്ങളവറുകളും. ഇതേ ആളുകളായി വാഴ്ത്തപ്പെടുന്നവരാണ് അന്നത്തെ ഉലമാ സമൂഹത്തിൽ ബഹുമാനപ്പെട്ട തട്ടാങ്കര കുട്ടിയ മുസ്ലിയാർ അവറുകളും കുഞ്ഞമ്പാവ മുസ്ലിയാർ അവറുകളും. ഇവർ രണ്ടുപേരുടെ അടുക്കലും ഫത്വയ്ക്ക് വേണ്ടി ആളുകൾ വരുന്നതും അവരുടെ കുടുംബജീവിതത്തിൻ്റെ ചരിത്രങ്ങളും എല്ലാം പൊന്നാനിയുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട മുനവ്വറുൽ നിന്ന് കേട്ടത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്, നല്ലോണം പറയാം. ആ പഴയ എത്ര പുറകിലേക്കാണ് ഈ പോകുന്നതെന്ന് ആ ദശകങ്ങളുടെ അപ്പുറത്ത് ഏതാണ്ടൊരു നൂറ്റാണ്ടോളം അപ്പുറത്തേക്ക് ചരിത്രം കൊണ്ടുപോയി ആ ചരിത്രത്തിലുള്ള മഹാന്മാരെയൊക്കെ പരിചയപ്പെടുത്തുന്നതിൽ നിന്നാണ് വാസ്തവത്തിൽ ഈ ചരിത്രം അറിയുന്നത്. അവരുടെ കൂട്ടത്തിൽ ആ നിരയിൽ രണ്ടുപേരുടെ കൂടെ എണ്ണാറില്ലെങ്കിലും ചെറുപ്പം എന്നുള്ള നിലയിൽ ഫത്ഹുൽ മുഈൻ പോലത്തെ ഗന്ധങ്ങളൊക്കെ ഓതാൻ ബഹുമാനപ്പെട്ടവർക്ക് ഭാഗ്യം ലഭിച്ചത് തുന്നം വീടൻ എന്നാണ് അന്ന് അവർ പറയുക. തുന്നം വീട്ടിൽ മുഹമ്മദ് മുസ്ലിയാർ എന്ന് പറയുന്ന, അതായത് തുഹ്ഫയ്ക്ക് ഹാഷിയ ഉണ്ടാക്കി പിന്നെ ഹാഷിയത്ത് തുഹ്ഫ ഉണ്ടാക്കിയ ബഹുമാനപ്പെട്ടവർ പറയും അന്ന് മൂപ്പര് ഹാഷിയത്ത് തുഹ്ഫ ഉണ്ടാക്കിയിട്ടില്ല, തുഹ്ഫൻ്റെ ഹാഷി മൂപ്പര് ഞാൻ പോന്നതിൻ്റെ ശേഷം പിന്നീടുണ്ടായതാണ് തുഹ്ഫൻ്റെ ഹാഷിയ എന്ന് പറയും. അന്ന് മൂപ്പര് ചൊല്ലുന്ന ബെയ്ത്തിൻ്റെ എശലുകളടക്കം തുന്നൻ വീട്ടിൽ മുഹമ്മദ് മുസ്ലിയാരിൽ നിന്നാണ് പൊന്നാനിയിൽ നിന്നവർക്ക് ഓതാൻ സമയം കിട്ടുന്നത്. ഏതാണ്ട് ഫത്ഹുൽ മുഈൻ അന്ന് പൊന്നാനിയിൽ നിന്ന് ഓതിയാൽ തികഞ്ഞ മൂല്യരാവുമല്ലോ. ഏത് വിഷയങ്ങൾ ചോദിച്ചാലും മസാലകൾ പറയാൻ പറ്റുന്ന നല്ല മൂല്യരാകും അന്നത്തെ കാലത്ത് ഫത്ഹുൽ മുഈൻ പൊന്നാനിയിൽ നിന്ന് ഓതിയാൽ. ആ പൊന്നാനിയിൽ നിന്ന് തന്നെ ഫത്ഹുൽ മുഈനൊക്കെ ഓതിക്കഴിഞ്ഞ ശേഷമാണ് ബഹുമാനപ്പെട്ടവർ പിന്നീട് ഓതുന്നത്. പിന്നീട് ഓതാൻ കിട്ടുന്നതും സുഹൈറ്റും ബന്ധപ്പെട്ട് മൂപ്പർ മഹല്ലി ഓതിയിട്ടില്ല. പക്ഷേ മഹല്ലി ഓതുന്ന വിവരം പറയുന്നത് ആ രീതിയിൽ എന്തു വിഷയത്തിനും ഏതു സംഗതിക്കും അവസാന വാക്കായി ആലംബമായി അവർക്കുള്ളത് ബഹുമാനപ്പെട്ട ഖുത്ബി അവർകളാണ്. അവർ പറയുന്നതുമായി ബന്ധപ്പെട്ടാൽ പിന്നെ കഴിഞ്ഞു. എന്തെങ്കിലും ഒന്ന് ചോദിക്കുന്നതായാലും ധാരാളം അനുഭവ കഥകൾ അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഞാൻ അതിലേക്ക് സൂചിപ്പിക്കല്ല, അവരുടെ ഉസ്താദുമാരെ മാത്രമായിട്ടൊന്ന് മനസ്സിലാക്കുകയാണ്. ആ ഖുത്ബി അവർകളുടെ ദർസിൽ ഏതാണ്ട് ബഹുമാനപ്പെട്ട താജുൽ ഉലമ അവർകളൊക്കെ വേലൂരിലേക്ക് പോയ ശേഷവും കുറച്ചു കാലം കൂടെയൊക്കെ അവിടെ ഓതിയതിൻ്റെ ശേഷം പിന്നെ ആ സെറ്റ് പോയതിൻ്റെ ശേഷമാണ് ബഹുമാനപ്പെട്ടവർ ഖുത്ബി അവർകൾ അവിടുന്ന് പിരിഞ്ഞ ശേഷമാണ് ബഹുമാനപ്പെട്ടവർ ഖുത്ബി അവർകളുടെ ദർസിൽ നിന്ന് മാറുന്നത്. പിന്നീട് അവരുടെ ദർസ് കാപ്പാട്ട് കുഞ്ഞ മുസ്ലിയാർ എന്ന പേരിൽ അറിയപ്പെടുന്ന വലിയ മഹാനായ അവരുടെ അടുത്താണ്. ഇത്തരം വലിയ മഹാന്മാർ കാപ്പാട് കുഞ്ഞഹമ്മദ് മുസ്ലിയാർ എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട കരിമ്പൻ അഹമ്മദ് മുസ്ലിയാരുടെയും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സമസ്തയുടെ സ്ഥാപകരായ ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെയും പ്രധാന ശിഷ്യനാണ്. പാങ്ങിൽ അഹമ്മദ് മുസ്ലിയാരുടെയും കരിമ്പൻ അഹമ്മദ് മുസ്ലിയാർ അവരുടെയൊക്കെ പാങ്ങിൽ അവരുടെ ഉസ്താദാണ് കരിമ്പൻ അഹമ്മദ് മുസ്ലിയാർ. അവരുടെയൊക്കെ പ്രധാന ശിഷ്യനാണ് ബഹുമാനപ്പെട്ട കാപ്പാട് കുഞ്ഞഹമ്മദ് മുസ്ലിയാർ. ആ കാപ്പാട് കുഞ്ഞഹമ്മദ് മുസ്ലിയാർ എന്ന് പറയുന്ന ബഹുമാനപ്പെട്ടവരുടെ അടുത്തും ദീർഘമായിട്ട് അവിടെ മൂപ്പർക്ക് ശരീക്കായി കിട്ടിയിരുന്നത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ദീർഘകാല ജനറൽ സെക്രട്ടറി ആയിരുന്ന ബഹുമാനപ്പെട്ട പണ്ഡിത മഹാത്മാവ് EK അബൂബക്കർ മുസ്ലിയാർ അവർകളായിരുന്നു. കുറച്ച് ശരീക്കായി ഖുത്ബി ഒക്കാതെ ലേശം ശരീക്കായി കിട്ടിയത് അവർകളായിരുന്നു. അപ്പം അങ്ങനെയുള്ള മഹാന്മാരോടൊപ്പം വലിയ പണ്ഡിത മഹത്വങ്ങളോടൊപ്പം സഹപാഠിയായി അന്നത്തെ ഗതിയിൽ കിട്ടുന്ന ഉലമാക്കളിൽ ഏറ്റവും മുന്തിയ ഉലമാക്കളിൽ നിന്ന് ഇൽമു സമ്പാദിച്ചു എന്ന് പറയുന്നതാണ് ബഹുമാനപ്പെട്ടവരുടെ ഇൽമിൻ്റെ ഏറ്റവും വലിയ ബർക്കത്ത്. ഉഖ്റവിയായ ഉലമാക്കൾ എന്നല്ലാതെ ഇവരാരെക്കുറിച്ചും ലോകത്താർക്കും പറയാൻ കഴിയും.
അവരുടെ കാലത്തുള്ളവർക്കും ശേഷമുള്ളവർക്കും. അവർക്ക് സമാനരായ ആളുകളെ ശേഷം വന്ന ഉലമാക്കളിൽ സാമർഥ്യം കൊണ്ടുണ്ടാകാം, വിവരം കൊണ്ടുണ്ടാവാം, പലതരത്തിലുള്ള കഴിവുകൾ കൊണ്ടുണ്ടാകാം. പക്ഷേ ഉഖറവിയായ ഉലമാനിരയിൽ നിസ്വാർത്ഥത കൊണ്ടും ഇഖ്ലാസ് കൊണ്ടുമൊക്കെ ഈ മഹാവമ്പന്മാരായ ഗുരുവര്യന്മാരെ വെല്ലുന്നവർ ശേഷം വന്നിട്ടില്ല. അത്ര വലിയ മഹത്തുക്കളിൽ മഹത്തുക്കളായ ഗുരുവര്യന്മാരുടെ സഹവാസവും അവരിൽ നിന്ന് ഇൽമു നുകരാൻ കിട്ടിയിട്ടുള്ള സൗഭാഗ്യവും, ആ സൗഭാഗ്യത്തോടൊപ്പം എപ്പോഴും ഇൽമു പഠിക്കാൻ ഒരു വയസ്സിൻ്റെയും, ഈ കാലത്ത് നമ്മൾ പറഞ്ഞില്ലേ 1800 അവസാനങ്ങളിലാണ് ബഹുമാനപ്പെട്ടവർ ജനിക്കുന്നത്, 900 മുമ്പ്. ആ 900 മുമ്പ് ജനിച്ച അതാണിപ്പം മകനാകുള്ളൊരു മകൻ അബ്ദുൽ അസീസ് മുസ്ലിയാരില്ലേ. അബ്ദുൽ അസീസ് മുസ്ലിയാർ പ്രായം, മൂപ്പര പ്രായം നോക്കിയാൽ എത്ര വയസ്സായിട്ടായിരിക്കും അവർ കല്യാണം കഴിച്ചിരിക്കുക നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുവരെ ഓതിനെയാണ്, ഒരു ദീർഘമായ കാലം ഓതിനെയാണ്. ഓതിയ ഭാഗങ്ങൾ വളരെ ക്ലിയറായിട്ട് ഓതുകയുമാണ്. നെഹ്വും സുർഫൊക്കെ അവരിൽ നിന്ന് ഏതാണ്ട് പഠിച്ചിട്ടുള്ള അവരുടെ ജ്യേഷ്ഠ സഹോദരൻ്റെ, ഇപ്പോൾ നമ്മൾ പറഞ്ഞ കുഞ്ഞഹമ്മദ് മുസ്ലിയാർ അബൂബക്കറുടെ മകൻ സഅദിയിലൊക്കെ വലിയ മുദരിസായിരുന്ന ബഹുമാനപ്പെട്ട മർഹൂം AK അബ്ദുറഹ്മാൻ മുസ്ലിയാർ, അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും മുന്തിയ ജസായും നൽകുമാറാവട്ടെ, അവരുടെ പദവികൾ ഉയർത്തുമാറാവട്ടെ, അവർ ശിഷ്യന്മാരിലൂടെ അവരെ ഇൽമു അള്ളാഹു തആല അങ്ങനെ പ്രവഹിപ്പിക്കുമാറാവട്ടെ. ധാരാളം ദുഃഖ അടക്കമുള്ള കിതാബുകളൊക്കെ ദർസ് നടത്താൻ സൗഭാഗ്യം കിട്ടിയിട്ടുള്ള മഹാനും അതിൻ്റെ ഒക്കെ അടിത്തറ ഉണ്ടാക്കിയത് ബഹുമാനപ്പെട്ട എളാപ്പയിൽ നിന്ന് തന്നെയാണ് കുഞ്ഞറുമുട്ടി മുസ്ലിയാർ അവർക്കുള്ളത്. ബാക്കി ഫൈസാബാദിലേക്ക്, പട്ടിക്കാട് ജാമിയ നൂരിയയിലേക്ക് ചെന്ന ശേഷം ജാമിയ നൂരിയയിൽ വെച്ച് ബഹുമാനപ്പെട്ട EK അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞത് ഇടയ്ക്കിടെ ബഹുമാനപ്പെട്ടവർ ഓർക്കാറുണ്ട്. അബ്ദുറഹ്മാൻ മൂല്യരെ കുറിച്ച് പറഞ്ഞു, നിങ്ങൾ അബ്ദുറഹ്മാനെ നല്ല മൂല്യരാണല്ലോ, നല്ല കഴിവുള്ള മൂല്യരാണല്ലോ എന്ന് പറഞ്ഞു അവിടെ ചെല്ലുന്ന കാലത്ത്. അപ്പോൾ അതുവരെയുള്ള ഏതെങ്കിലും 1-2 വർഷം ബഹുമാനപ്പെട്ട ചാലിയത്ത് പോയി ഉസ്താദുൽ അസാദീദ് മഹാനബുകളുടെ മുമ്പിൽ ഓതിയിട്ടുള്ള ഒരു ബന്ധമേ AK അബ്ദുറഹ്മാൻ മുസ്ലിയാർക്ക് ഇടയിലുള്ളൂ. അതുവരെയുള്ള സെബുക്കുമായി ബന്ധപ്പെട്ട അടിത്തറ മുഴുവൻ ബഹുമാനപ്പെട്ട കുഞ്ഞറുമുട്ടി മുസ്ലിയാർ അവറുകളിൽ നിന്ന് തന്നെയാണ് AK അബ്ദുറഹ്മാൻ മുസ്ലിയാർ അവറുകൾ. അപ്പം ആ നിലയിലുള്ള ഉലമാക്കളാണ് അന്നത്തെ കാലത്ത് അവരുടെ ദർസിൽ നിന്ന് പോന്നവർ. പക്ഷേ കോഴിക്കോടല്ലേ ഈ ദർസ്, വളരെ സുദീർഘമായ കാലം കോഴിക്കോടാണ്. കോഴിക്കോട് ദർസിൽ വിദേശത്ത് നിന്ന് വരുന്ന ആളുകൾ അങ്ങനെ വന്ന് താമസിക്കാൻ പറ്റുന്ന ഒരു ചുറ്റുപാടല്ല എന്ന് കോഴിക്കോടുമായി പരിചയമുള്ളവർക്കൊക്കെ അറിയാം. അവിടെ അധികവും നാട്ടുകാരായ ആളുകൾ ഓതുന്നവരാണ്. അത് നല്ല ആത്മാർത്ഥമായി ഓതുന്നവരുണ്ട്, തിരിയണമെന്ന് വിചാരിച്ച് ഓതുന്നവരുണ്ട്, അമല് ചെയ്യാൻ വേണ്ടി ഓതുന്നവരുണ്ട്, എല്ലാം നിലക്ക് ഓതുന്നവരുമുണ്ട്. അത്തരം ദർസുകളായതുകൊണ്ട് ആ ദർസുകളായ ആളുകളും അതിലുള്ള വിദ്യാർത്ഥികളും കച്ചവടക്കാരും മറ്റുമൊക്കെ ആയിട്ടുള്ള ആളുകളാണ് അവരുടെ ദർസ് ജീവിതത്തിലെ അക്കാലത്തെയൊക്കെ ഞാൻ കാണുന്ന പരിചയപ്പെടുന്ന കാലത്തൊക്കെയുള്ള ശിഷ്യന്മാർ. പിന്നീടായി അവരുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൽമ്, കേരളത്തിലെ ഉലമാക്കളിൽ വൻനിരയിൽപ്പെട്ട ആർക്കുമില്ലാത്ത ഏറ്റവും വലിയൊരു സൗഭാഗ്യം അവരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്, അന്നത്തെ ഉലമാനിരയിൽ ഖുർആൻ പാരായണത്തിൻ്റെ, ഇന്നിപ്പോൾ അത് പറഞ്ഞാൽ വലിയ സംഗതിയൊന്നുമല്ല, എല്ലാ മുഅല്ലിമീങ്ങളും ഒരു കേമന്മാരും വമ്പന്മാരുമാണ്, മദ്രസാധ്യാപകരും ഒക്കെ. ഖുർആൻ പാരായണം അതിൻ്റെ നിയമപ്രകാരം ഓതുന്ന തജ്വീദ് അനുസരിച്ച് ഓതാൻ കഴിയുന്നവർ എന്ന് പറയുന്നവർ അന്ന് മുദരിസുമാരുടെ കൂട്ടത്തിൽ ചുരുക്കമാണ്. ഓതുന്നവരുണ്ടെങ്കിലും ആ നിയമം പറയാൻ അറിയുന്നവരും അത് മനസ്സിലാക്കിക്കൊണ്ടുള്ളവരുമാണെങ്കിൽ അത്രയുമില്ല, ആ രീതിയിലാണ്. അങ്ങനെയുള്ള ഉലമാനിരയിൽ മഹത്തായ രീതിയിലൊരു സൗഭാഗ്യം പൊന്നാനിയിൽ വെച്ച് അവർക്ക് കിട്ടിയിട്ടുള്ളൊരു സൗഭാഗ്യമാണ് തജ്വീദിൻ്റെ പഠനം അവർക്ക് നല്ലവണ്ണം ലഭ്യമായി എന്നുള്ളത്. ആ ഫന്നിൽ മൂപ്പൊരു അവലംബം തന്നെയാണ്. ആ അവലംബമായതിന് പല ഉദാഹരണങ്ങളും പറയാനുണ്ട്. വ്യക്തിപരമായി അറിയാവുന്ന പല ഉദാഹരണങ്ങളും എനിക്ക് പറയാനുണ്ട്. കേരള സംസ്ഥാന മതവിദ്യാഭ്യാസ ബോർഡുമായി ബന്ധപ്പെട്ട പാഠപുസ്തകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അതേസമയം ബഹുമാനപ്പെട്ടവരെ അന്ന് സമസ്തക്ക് കാര്യമുള്ളൂ. എൻ്റെ കുട്ടിക്കാലത്ത് പിന്നെ വരുന്നത് അസമൂല്യരാണ്, മറുകരയിലെ അസമൂല്യർക്ക് വരുന്ന കാലത്ത് ബഹുമാനപ്പെട്ടവർ പിന്നെ അങ്ങനെ ചെറുതായി വരുന്നേ ഉള്ളൂ. അസമൂല്യരുടെ മുമ്പായിട്ട് കൊടുവള്ളിയിലെ ഒരു KV എന്നവരല്ലാതെ വേറില്ല. KV എന്നവരൊക്കെ ബഹുമാനപ്പെട്ടവരുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് ഓതുന്നവരും ബഹുമാനപ്പെട്ടവരോടൊന്ന് സമയത്ത് നമ്മൾ ധാരാളം കാണുന്നവരുമാണ്. അപ്പോൾ ഖുർആൻ പാരായണത്തിൻ്റെ ആ ഒരു ഫന്നും ആ ഒരു ഇൽമും ബഹുമാനപ്പെട്ടവരുടെ മാത്രം സവിശേഷതയാണെന്ന് പറയാം. ആ സവിശേഷത പ്രകാരം ബഹുമാനപ്പെട്ടവരുടെ ആ ഇൽമ് വളരെ പ്രചാരത്തോടുകൂടെ
അതിന്നിപ്പോൾ വിതരണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയും കൈമാറ്റം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നത് വളരെ സന്തോഷകര അനുഭവമാണ്. അദ്ദേഹത്തിൻ്റെ ആ പന്നിലുള്ള ശിഷ്യൻ ബഹുമാനപ്പെട്ട നമ്മുടെ MP അബ്ദുൾ റസാഖ് ഉസ്താദ്, അദ്ദേഹത്തിൻ്റെ കൈക്ക് ബഹുമാനപ്പെട്ടവരിന്ന് ഖുർആൻ തല മുതൽ അവസാനം വരെയുള്ള ഓതാൻ കിട്ടിയിട്ട് ഞാനവിടെ ചെല്ലുന്ന കാലത്തൊക്കെ മുമ്പ് കോളേജിൽ പഠിക്കലാണ്. കോളേജിൽ പഠിക്കുന്ന കൂട്ടത്തിൽ ഓതുന്നൊക്കെ നെഹ്ബിൻ്റെ കിതാബൊക്കെയാണ്. പക്ഷേ ആ നെഹ്ബിൻ്റെ കിതാബൊക്കെ ഓതുന്ന കൂട്ടത്തിലും ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ഓതുന്ന ഒരു സൗഭാഗ്യം അവർക്ക് കിട്ടിയിട്ടുണ്ട്. ആ സൗഭാഗ്യപ്രകാരം ഉഷാറായ ആ ഫന്ന് അതിൽ അവഗാഹം നേടാനും അതിൽ നൈപുണ്യം നേടാനും അതിൽ ആളുകൾക്ക് പരിശീലനം നൽകാനും അതിൻ്റെ പ്രചാരണവും പ്രസരണവും വളരെ നല്ല നിലയിൽ നിർവഹിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്ത ഒരു പിൻഗാമി തന്നെയാണ് ബഹുമാനപ്പെട്ട റസാഖ് ഉസ്താദ് അവர்கள். അപ്പോൾ അതങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ നടക്കുന്നിടത്തോളം കാലം ബഹുമാനപ്പെട്ട കുഞ്ഞർ മുസ്ലിയാർ അവர்கள் വഫാത്താകുന്നില്ല, ജഡം മാത്രമേ പോകുന്നുള്ളൂ. അത് തന്നെയാണ് ഉലമാക്കന്മാർ അസ്തമിക്കുന്നില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. എത്ര കൊല്ലം കഴിഞ്ഞിട്ട് നമ്മൾ അനുസ്മരിച്ചാലും അതിന് ആൾക്കാരുണ്ടാകും. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിന് ചെയ്യുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. അല്ലാഹുവിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന കർമ്മം ഇഖ്ലാസോടുകൂടെ ചെയ്യുന്ന ഒരു കർമ്മമാണെങ്കിൽ, ആത്മാർത്ഥമായും അല്ലാഹുവിനെ മാത്രം ലക്ഷ്യമാക്കി ചെയ്യുന്ന ഒരു കർമ്മമാണെങ്കിൽ, ആ കർമ്മത്തിൻ്റെ സവാബും പുണ്യവും ആഖിറത്തിലേക്ക് വെക്കുന്നു എന്നത് വേറൊരു കാര്യം. അതെൻ്റെ സവാബ് എന്നുള്ള നിലക്കാണ്, ജസാ എന്നുള്ള നിലക്കാണ്. ജസാ ആഖിറത്തിൽ തന്നെയാണ്. പക്ഷേ അതിൻ്റെ സൗഭാഗ്യകരമായ നേട്ടം അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള സമ്മാനമായി ദുന്യാവിൽ വെച്ച് തന്നെ ലഭിക്കും എന്ന് പറയുന്നതിൻ്റെ പല കാര്യങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, എത്ര ഒളിഞ്ഞ് ഒരാൾ അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന അമലാണെങ്കിലും ആ ചെയ്യുന്ന അമല് ആരെങ്കിലും വഴിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പരത്തും, അത് വെളിപ്പെടുത്തും, അത് വിളംബരം ചെയ്യും. അത് വിളംബരം ചെയ്യുന്നത് അള്ളാഹു ആ ആൾക്ക് നൽകുന്ന ദുന്യാവിലെ വലിയ സവാബ് തന്നെയാണ്. നമ്മുടെ ഇമാം ദുനാത്തായില്ലാഹി സിക്കന്ദരൊക്കെ പറയുന്ന സവാബ് തന്നെയാണ് അവർ പറയുക. റിട്ടേൺ തന്നെയാണല്ലോ അത്. അങ്ങോട്ട് ചെയ്തതിന് കിട്ടുന്ന ഒരു പ്രതികരണം തന്നെയാണ്. ആ പ്രതികരണം എന്ന നിലക്ക്, പ്രതിഫലം എന്ന നിലക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, കാലം എത്ര പഴകിയാലും കാലം എത്ര വൈകിയാലും അള്ളാഹുവിന് വേണ്ടി ജീവിച്ചിട്ടുള്ള ആളുകൾ ചെയ്ത ആത്മാർത്ഥമായ പ്രവർത്തനങ്ങൾ വളരെ ഒളിഞ്ഞ് വാതിലടഞ്ഞ റൂമിൽ വെച്ച് അവർ ചെയ്തിട്ടുള്ള ഒറ്റക്കുള്ള തഹജ്ജുദ് നിസ്കാരമടക്കമുള്ള നിസ്കാരങ്ങളെങ്കിലും ആരെങ്കിലും വഴിയായി ഏതെങ്കിലും വിധേനയായി അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പുറത്തറിയും. എന്നിട്ട് അവരെ അതിൻ്റെ പേരിൽ ആളുകൾ പുകഴ്ത്തുന്നില്ല. ആ വായ കൊണ്ടെങ്കിൽ മനസ്സിൽ പുകഴ്ത്തും, മനസ്സിൽ അവരോട് നന്ദി രേഖപ്പെടുത്തും, അവരെ സ്നേഹിക്കും, അവരെ ഇഷ്ടപ്പെടും. ഇങ്ങനെ നമ്മൾ ഓരോരുത്തരെ പഠിക്കുമ്പോഴും ഉണ്ടാകുന്നത് എന്താണ്? നൂറ്റാണ്ടുകൾക്ക് മുമ്പേ മരണപ്പെട്ടു പോയ മഹത്തുക്കളായ കുറേ അഹിബ്ബ, പിരിശക്കാര്, ഇഷ്ടക്കാര് നമുക്കുണ്ടാവുകയാണ്. നമ്മൾ ഒരുപാട് ഇമാമിയങ്ങളെ സ്നേഹിക്കുന്നു, ഒരുപാട് ഇമാമിയങ്ങളെ ആദരിക്കുന്നു. എങ്ങനെയാണ് അവരെയൊക്കെ നമ്മൾ ആദരിക്കുന്നത്? അവരുടെ അപദാനങ്ങൾ കേട്ട്, അവരുടെ ജീവിതഗാഥകൾ കേട്ട്, അവരുടെ ജീവിത കഥകൾ പഠിച്ച്, അവരുടെ ജീവിതത്തിൻ്റെ ചിട്ടകൾ മനസ്സിലാക്കി, അവരുടെ മനാക്കിബുകൾ അവരുടെ ശേഷം വന്ന വിദ്യാർത്ഥികളിൽ നിന്നും അവരുടെ ശിഷ്യന്മാരിൽ നിന്നും അവരുടെ വക്താക്കളിൽ നിന്നുമൊക്കെ കേട്ട് രേഖപ്പെട്ട് കിട്ടിയതൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ അവരോട് നമുക്ക് മനസ്സിൻ്റെ അകത്ത് സ്നേഹം ഉദിക്കുന്നു, അത് ആദരവായി മാറുന്നു, അനുരാഗമാകുന്നു, പ്രേമമാകുന്നു. അതെങ്ങനെയോ വളർന്നുകൊണ്ട് വളരെ വലിയ മഹത്വങ്ങളോടുള്ള അങ്ങേയറ്റത്തെ പ്രേമവും ഇഷ്ടവും നമുക്കൊക്കെ ഉണ്ടാകുന്നു. ഇതൊക്കെ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹമാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരണപ്പെട്ട അവരെയൊക്കെ ഇന്നും ദർസുകളിലൂടെയും ഇൽമിലൂടെയും അനുസ്മരിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഒരു 40 കൊല്ലം അത്ര അധികമല്ല. 40 കൊല്ലം മുമ്പ് മരണപ്പെട്ടിട്ടുള്ള ആ മഹാത്മാക്കളെ ഇനിയും അനുസ്മരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കണം. എന്തിനു വേണ്ടി? അവർക്ക് വേണ്ടി മാത്രമല്ല, അവരെ സ്നേഹിക്കുന്നവരാൽ കിട്ടുന്ന നേട്ടങ്ങൾ ധാരാളം അവർക്കുണ്ട്. അവരെ ആദരിക്കുന്നവരാൽ കിട്ടുന്ന ധാരാളം നേട്ടങ്ങൾ അവർക്കുണ്ട്. അവരെ സ്തുതിഗീതങ്ങൾ ഓതിക്കൊണ്ടിരിക്കുന്നവരാൽ പ്രാർത്ഥനകളിലും മറ്റുമായി കിട്ടുന്ന അനേകം അവർക്കുണ്ട്. ഇപ്പോൾ കുട്ടികൾ പാടുന്ന പാട്ടിൽ പോലും നമ്മൾ അവരെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലിങ്ങനെ പ്രത്യേകമായൊരു ബഹുമാനവും ആദരവും ഇങ്ങനെ അറിയണമല്ലോ. കുഞ്ഞറുട്ടി ഉസ്താദ് എന്നും പറഞ്ഞാണ്ട് ഇങ്ങനെ പറയുമ്പോൾ ആ ഒരു നേട്ടമൊക്കെ ഉണ്ട്. ആ നേട്ടത്തിലുപരി അവരുടെ ജീവിതം എന്തായിരുന്നുവെങ്കിൽ ആ ജീവിതം അനുകരിക്കപ്പെടേണ്ടതാണല്ലോ, നിലനിൽക്കേണ്ടതാണല്ലോ.
സമൂഹത്തിലേക്ക് കൈമാറ്റം ചെയ്തുകൊണ്ടിരിക്കേണ്ടതാണല്ലോ. തലമുറകൾ എത്ര പഴകിയാലും പുതിയ പുതിയ തലമുറകളിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കേണ്ടതാണ്. കാരണം അങ്ങനെ പറയാൻ പഴയ തലമുറയിൽ നിസ്വാർത്ഥരായ മുഖ്ലിസീങ്ങളായ ഉഖ്റവിയായ ഉലമാക്കളെയും സാദാത്തിനെയും വിവരിക്കുന്നതിലപ്പുറം നമ്മുടെ സമകാലികരായിട്ടുള്ള ആൾക്കാരെയൊന്നും അങ്ങനെ വാഴ്ത്താൻ നമുക്കില്ലല്ലോ. അങ്ങനെ വാഴ്ത്തിയാൽ ആരോട്ട് സമ്മതിക്കില്ല. അപ്പം പിന്നെ ഉയർന്ന ആ മഹത്തുക്കളെയൊക്കെ വാഴ്ത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ ജീവിതം ഇവിടെ നിലനിൽക്കുകയാണ്. ആ ജീവിതം നിലനിൽക്കുന്നത് നമ്മുടെ ജീവിതത്തിലൂടെ നിലനിൽക്കും, നമ്മുടെ ജീവിതചര്യകളിലൂടെ നിലനിൽക്കും. നമ്മൾ അങ്ങേയറ്റം വാഴ്ത്തുന്ന ഒരാളുടെ സ്വഭാവം എന്തെങ്കിലും ഒരു സുന്നത്ത് പ്രത്യേകം അവർ ശ്രദ്ധിക്കുന്നതുണ്ട് എന്ന് നമ്മൾ കേട്ടാൽ സ്വാഭാവികമായും അവരെ ആദരിക്കുന്നവരും അവരെ സ്നേഹിക്കുന്നവരും അത് നമ്മളൊന്ന് ജീവിതത്തിൽ പകർത്താമെന്ന് ചിന്തിക്കും. അത് നമ്മളൊന്ന് ജീവിതത്തിൽ പകർത്തുക. അവർ ഭക്ഷണം കഴിക്കുമ്പോൾ ഇങ്ങനെയായിരുന്നു, അവർ നടക്കുമ്പോൾ എങ്ങനെയായിരുന്നു, അവർ ഷർട്ടിടുമ്പോൾ എങ്ങനെയായിരുന്നു, എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ കേട്ടാൽ ആ കേട്ട് നമുക്ക് ഇഷ്ടമുള്ള ആദരവുള്ളവരാണെങ്കിൽ ആ ആദരവുള്ള ആളെ സംബന്ധിച്ചിടത്തോളം അവരെ പകർത്താനുള്ള ഒരു വെമ്പൽ ഈമാനുള്ള വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ദീനിയായും അള്ളാഹുവിന് വേണ്ടിയും ആളുകളെ സ്നേഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം മനസ്സിൽ ഉണരും. അതനുസരിച്ചു തന്നെ ജീവിതത്തിൽ ആ സുന്നത്തുകൾ അവരുടെയൊക്കെ ചര്യകൾ ഇവിടെ ഇങ്ങനെ ഹയാത്താവും. അങ്ങനെയാണല്ലോ അവർ ജീവിക്കുന്നത്. ആ ഹയാത്താകുന്നതിനനുസരിച്ച് മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നത്തൻ ഹസന ഫലഹു അജ്റുഹാ വഅജ്റു മൻ അമല ബിഹാ. ആരെങ്കിലും ഒരാൾ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദീനിൽ അറിയപ്പെട്ട നല്ല കാര്യമായിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്നു. അതാണ് അല്ലാഹു തആലാന്റെ ഈ ദീനിൻ്റെ ഒരു പ്രത്യേകത. പലരൊക്കെ വിചാരിക്കും അള്ളാഹിൻ്റെ റസൂല് മാതൃക കാണിച്ചോ, അള്ളാഹിൻ്റെ റസൂല് അങ്ങനെ ചെയ്തോ, അള്ളാഹിൻ്റെ റസൂലിൻ്റെ ശേഷം സ്വഹാബത്ത് ചെയ്തോ, ഓലാരും ചെയ്യാത്ത കർമ്മം എന്നൊക്കെ പറയുന്നൊരു രീതിയുണ്ട്. ആ രീതിയെ ശരിക്കു തന്നെ അടിസ്ഥാനപരമായി തന്നെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിരാകരിക്കുകയും അങ്ങനെ ചിന്തിക്കുന്നതല്ല ശരിക്ക് ദീനിൻ്റെ രീതി എന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്ന ഹദീസാണ് സന്ന ഫിൽ ഇസ്ലാമി സുന്നത്തൻ ഹസന. മുന്തിയ ഒരു ചര്യ ആരൊരാൾ നടപ്പാക്കിയാലും മുന്തിയ ഒരു ചര്യ മുന്തിയ ഒരു ചര്യ നല്ല ഒരു ചര്യ ആരൊരാൾ പതിവാക്കുന്നു ആരൊരാൾ സ്ഥാപിക്കുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. സുന്നത്ത് സ്ഥാപിക്കുന്നതല്ലേ സന്ന എന്നറിയുന്നത്, അനുകരിക്കുന്നതല്ലല്ലോ. സുന്നത്ത് സ്ഥാപിക്കുകയാണ്. അപ്പം നല്ല ഒരു ചര്യ സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ സുന്നത്ത് സ്ഥാപിക്കുക എന്നല്ല. റസൂലുള്ളാഹിന്റെ സുന്നത്ത് അസ്തമിച്ചു പോയ ശേഷമോ ഇല്ലാതായി പോയ ശേഷമോ ഹയാത്താക്കുന്നതൊന്നുണ്ട്. അങ്ങനെ ഹയാത്താക്കുന്നത് വേറൊരു കാര്യമാണ്. നല്ല ഒരു മാതൃക ഒരാൾ സൃഷ്ടിച്ചാൽ ഈ ഹദീസ് അവതരിച്ച സന്ദർഭം കൂടി ചിന്തിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. ആ ഹദീസ് വാസ്തവത്തിൽ ഒരാൾ പുതിയ മാർഗമായിട്ട് കൊണ്ടുവരേണ്ടതും ഒരാൾ ആദ്യമായി ചെയ്യുന്ന കർമ്മമായി ചെയ്യേണ്ടതും പറയേണ്ട സന്ദർഭത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരിക്കുന്നത്. അപ്പൊ ഇത് നബി ഉദ്ദേശിക്കുന്നത് തന്നെ മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നത്തൻ ഹസന, ഒരു നല്ല മാതൃക ഒരാൾ സൃഷ്ടിച്ചാൽ അയാൾ അത് നടപ്പാക്കി. അങ്ങനെ നടപ്പാക്കിയാൽ ആ നല്ല മാതൃക. അപ്പൊ പരിശുദ്ധ ഇസ്ലാം വരണ്ട് കിടക്കുന്നതല്ല, അത് വികസ്വരമാണ്. എന്നും വികസിച്ചുകൊണ്ടിരിക്കും. ഏത് കാലത്തേക്കും പറ്റുന്ന തരത്തിൽ വളർന്നുകൊണ്ടിരിക്കും. പുതിയ തലമുറയിൽ പരിശുദ്ധ ഇസ്ലാം നിലനിൽക്കേണ്ടേ. പുതിയ തലമുറയുടെ ആചാരങ്ങളിൽ ഏതാണ് നല്ല ആചാരം, ദീനിന് സ്വീകാര്യമായ ആചാരം, ദീനിന് അസ്വീകാര്യമായ ആചാരം എന്നറിയണ്ടേ. പുതിയ ചര്യകളാണ് ലോകത്ത് പുതിയ തലമുറയിൽ ആകെ കാണുന്ന പുതിയ തലമുറയിലുള്ള പുതിയ ആചാരങ്ങൾക്കിടയിൽ ഏതു ആചാരത്തെ നമുക്ക് സ്വീകരിക്കാം, ഏത് ആചാരത്തെ നമുക്ക് തള്ളിക്കളയേണ്ടതുണ്ട് എന്ന് പറയാൻ വാസ്തവത്തിൽ ഒരു നിലപാട് വേണമല്ലോ ഇസ്ലാമിന്. ആ ഇസ്ലാമിൻ്റെ നിലപാട് പ്രകാരം ചിന്തിച്ചാൽ ഏതു കാലത്തും ഏത് സമൂഹത്തിലും ഏതു തരം ആചാരങ്ങൾക്കിടയിലും നല്ലത് എന്ന് വാഴ്ത്താൻ പറ്റുന്ന എന്തുണ്ടോ അതൊക്കെ ഇസ്ലാമാണ്. നല്ലത് എന്ന് വാഴ്ത്താൻ പറ്റുന്ന എന്തുണ്ടോ അതൊക്കെ ഇസ്ലാമാണ്. പുതുതായി ഇങ്ങനെ വരുന്നതല്ല, പഴയത് ഇങ്ങനെ വരുന്നതാണ് വാസ്തവത്തിലൂടെ പുതുതായി പുറക്കുന്നതൊക്കെ. നന്മകളായിട്ടുള്ളതൊക്കെ പഴയ കാലത്ത് നിലനിൽക്കുന്ന സനാതന മര്യാദകൾ ധർമ്മങ്ങളാണ്.
എന്ത് കാരണം 1,24,000 അമ്പിയാക്കന്മാരുടെ ജീവിതത്തിൽ സുനനിൽ മുർസലീങ്ങളുടെ ചര്യ എന്ന പേരിൽ അറിയപ്പെടുന്ന ആ മുർസലീങ്ങളുടെ ജീവിതത്തിൽ നിലനിർന്ന ചര്യകളാണ് പിന്നീട് ഈ സമുദായത്തിൽ ഉണർന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ജാഹിലിയത്തിലെ നല്ലവന്മാരിൽ ശേഷിച്ചിരുന്നത്. ഇന്നത്തെ യുക്തിവാദികളടക്കമുള്ള മതരഹിതരടക്കമുള്ള നിർമ്മതരടക്കമുള്ള ആളുകൾ നല്ലത് എന്ന് വാഴ്ത്തുന്ന കുറേ ഉണ്ടല്ലോ. ആ നല്ലത് എന്ന് വാഴ്ത്തുന്ന എല്ലാ മര്യാദകളും അമ്പിയാ മുർസലുകളുടെ സുന്നത്തുകളാണ്, ചര്യകളാണ്. അമ്പിയാ മുർസലുകളുടെ ജീവിതത്തിൽ ഓരോ കാലത്ത് ഇവിടെ ശരിക്കും പകർന്ന് നിലനിന്ന് പോന്നിട്ടുള്ള ചര്യകളാണ്. ആ ചര്യകളാണ് ഇപ്പോൾ പുതുതായി വരുന്നതും. അങ്ങനെ പുതുതായി വരുന്ന ചര്യകൾ ഏത് സമൂഹത്തിനിടയിലുണ്ടാകും? അമേരിക്കക്കാരുടെയോ യൂറോപ്യന്മാരുടെയോ സംസ്കാരങ്ങൾക്കിടയിൽ അവരുടെ സംസ്കാരത്തിന് അനുഗുണമായ രീതിയിൽ ഇസ്ലാമിനെ അവതരിപ്പിക്കണമെങ്കിൽ അവരുടെ സംസ്കാരത്തിൻ്റെ അകത്തുള്ള നല്ലതും ചീത്തയും എന്ന് പറഞ്ഞാൽ ആ നല്ലതുണ്ടല്ലോ എന്നും പഴയ കാലം മുതൽക്കുള്ളവർ എല്ലാം വടക്കായിട്ട് അന്നുണ്ടാവില്ല. പരമ്പരാഗതമായുള്ള സംസ്കാരം ഉണ്ടെങ്കിൽ എവിടെയും മുഴുവൻ ചീത്തയാവില്ല. അപ്പം നല്ലതായിട്ടുള്ളത് എന്തുണ്ടോ ആ നല്ലതെല്ലാം അത് ഇസ്ലാമിൻ്റേതാകുന്നു എന്നാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. മഹാനായ ഹാത്തമു ത്വായി എന്നിവരുടെ ഒരു പുത്രി അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ബന്ദികളായി പിടികൂട്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. അവർ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ പറഞ്ഞു, ഞാൻ ഹാത്തമിൻ്റെ പുത്രിയാണ്. അവർ ഇങ്ങനെയൊക്കെ ചെയ്തിരുന്ന നല്ല കർമ്മങ്ങളൊക്കെ ഉണ്ട്. ആ ജാതി കർമ്മങ്ങളൊക്കെ നല്ലതാണോ? ആ ജാതി കർമ്മങ്ങളൊക്കെ ശരിയാണോ? അതൊക്കെ ഈ ദീൻ സമ്മതിക്കുന്നതാണോ എന്ന് ബഹുമാനപ്പെട്ട മഹദി ചോദിച്ചപ്പോൾ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ബുഇസ്തു ലി ഉതമ്മിമ മകാരിമുൽ അഖ്ലാഖ്. അവരെപ്പോലുള്ള ആളുകളൊക്കെ ജീവിച്ചപ്പോൾ സ്ഥാപിച്ചിട്ടുള്ള എന്തെല്ലാം നല്ല സ്വഭാവങ്ങളുണ്ടോ, നല്ല സംസ്കാരങ്ങളുണ്ടോ, ആ സംസ്കാരങ്ങളൊക്കെ ന്യൂനതകൾ ഇല്ലാതാക്കി കുറ്റമറ്റതാക്കി സമ്പൂർണ്ണമാക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ നിയോഗിക്കപ്പെട്ടത്. അതാണ് ഇസ്ലാമിൻ്റെ ദൗത്യം, ഇസ്ലാമിൻ്റെ ചുമതല. സനാതനമായി എവിടെയൊക്കെ എന്തൊക്കെ നല്ല ചര്യകളുണ്ടോ ആ ചര്യകളെല്ലാം സംശുദ്ധമായി അന്യൂനമായി വളരെ സമ്പൂർണമായി ഈ ലോകത്ത് നിലനിർത്തുക എന്നതാണ് ഇസ്ലാമിൻ്റെ ദൗത്യം. ഇസ്ലാമിൻ്റെ വക്താക്കൾ അതാണ് ചെയ്യുക. ഇപ്പം നിങ്ങൾ കേട്ടല്ലോ, ഒരു പ്രദേശം, ആ പ്രദേശത്ത് ആരായിരിക്കട്ടെ, ആ പ്രദേശത്ത് ആളുകൾക്ക് വെള്ളം കുടിക്കാനില്ലെങ്കിൽ ഈ വെള്ളം കുടിക്കുന്നതിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രയാസം വരുമ്പോൾ ആ പ്രയാസം മനസ്സിൻ്റെ അകത്ത് ഒരു വലിയ ആലിമിനെ, അതും പഴയകാലത്തെ ഉലമാക്കളിൽ എണ്ണപ്പെടുന്ന ലോകം തിരിയാത്തവർ എന്ന് മറ്റുള്ളവർ പറയുന്ന, യാഥാസ്ഥികരെന്ന് കുറ്റപ്പെടുത്തുന്നവർ ആക്ഷേപിച്ചു പറയുന്നവരിൽപ്പെട്ട ഒരു മഹാനായ പണ്ഡിതനാണല്ലോ നമ്മൾ അനുസ്മരിക്കുന്ന മഹാൻ. ആ മഹാൻ ആ നാടിൻ്റെ പ്രശ്നമാണ് ഒരു വെള്ളത്തിൻ്റെ പ്രശ്നമെന്ന് കാണുമ്പോൾ ആ വെള്ളത്തിൻ്റെ പ്രശ്നത്തിന് വേണ്ടി ത്യാഗം സഹിച്ച് വിഷമിച്ചു ഓടുന്നു. ഇതാണല്ലോ ഇസ്ലാം, ഇതാണല്ലോ ഇസ്ലാമിൻ്റെ സുന്ദരമുഖം. ഇസ്ലാമിൻ്റെ ഈ സുന്ദരമുഖം ശരിക്കും പ്രതിഫലിപ്പിക്കുന്നത് തന്നെയാണ് മുത്ത് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം. അതങ്ങനെ തന്നെ പകർത്തിക്കൊണ്ടുള്ളതാണ് ഉഖറവിയായ ഉലമാക്കളുടെ ജീവിതം. സന്ദർഭത്തോടിടപെട്ട് ഓരോരോ സന്ദർഭത്തിനനുസരിച്ചുകൊണ്ട് അവർ ഇടപെട്ടിട്ടുള്ള എല്ലാ വിഷയങ്ങളും സാമൂഹികമാവട്ടെ, രാഷ്ട്രീയമാവട്ടെ, സാമുദായികമാവട്ടെ, അവിടെയൊക്കെയും സത്യത്തിനു വേണ്ടി, ദീനിനു വേണ്ടി ശരീഅത്തിന്റെ സൗന്ദര്യം പ്രകടമാക്കുവാൻ ആലിമീങ്ങൾക്ക് സാധിക്കും, പണ്ഡിത മുഖ്യന്മാർക്ക് സാധിക്കും. അങ്ങനെയുള്ള പണ്ഡിത പ്രമുഖരിൽ വളരെ വലിയ മഹാനായിരുന്നു നിസ്വാർത്ഥരായ ബഹുമാനപ്പെട്ടവരെ പുകഴ്ത്താൻ ധാരാളം ചരിത്രങ്ങളുണ്ട്. ഞാൻ ആ ഭാഗത്തേക്കൊന്നും കിടക്കുന്നില്ല. ഞാനിപ്പോൾ പറഞ്ഞതുപോലെ അവരുടെ ഗുരു പ്രമുഖന്മാർ ആരാണ് എന്ന് മനസ്സിലാക്കുക. ആ ഗുരുപ്രമുഖന്മാരിൽ നിന്ന് പഠിക്കുമ്പോൾ അവരുടെ സഹപാഠികൾ ആരാണ് എന്ന് മനസ്സിലാക്കുക. ആ സഹപാഠികളിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞ ശേഷം മഹാനൊരു ഏതാണ്ടൊരു 90 വർഷത്തോളം ജീവിച്ചു. കാരണം ഞാനീ പറഞ്ഞ പോലെ 80 വയസ്സാകുമ്പോഴാണ് താജുൽ ഉലമ അവറുകൾ എഴുതുന്നത്. ഒരു 80 വയസ്സിൻ്റെ 8 വയസ്സ് 9 വയസ്സിൻ്റെ മീത് പ്രായം അവർക്കുണ്ട്. താജുൽ ഉലമയുടെ വഫാത്ത് കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞാണ് ബഹുമാനപ്പെട്ടത്. താജുൽ ഉലമയുടെ ജനാസ കണ്ട് അവിടെ നിന്ന് പോരുമ്പം വഴിയിൽ നിന്ന് ഞാനങ്ങനെ വീഴുമ്പോൾ കെട്ടിപ്പിടിച്ച് വെച്ചിട്ട് ഇനി നമുക്ക് ആരാനുള്ളത് എന്ന് പറയുന്ന ആ സങ്കടകരമായ കണ്ണീരൊഴുക്കിയിട്ടുള്ള ആ ഒരു സങ്കടക്കരച്ചിലും എൻ്റെ മനസ്സിലും കണ്ണിലും ഇപ്പോഴും നിറഞ്ഞു കാണുകയാണ്. അതുകൂടി അനുഭവിച്ച ശേഷമാണ് ബഹുമാനപ്പെട്ട വഫാത്താകുന്നത്. അപ്പോൾ ഏതാണ്ട് ഒരു 90 വയസ്സ് അവർ ജീവിച്ചിട്ടുണ്ട്.
ആ 90 വയസ്സിനിടയ്ക്ക് ബഹുമാനപ്പെട്ടവർ സാധിച്ചതുപോലുള്ള ഒരു സാധ്യത, അവർ സാധിച്ചിട്ടുള്ള കാര്യങ്ങൾ പോലുള്ള ഒരു കാര്യം വാസ്തവത്തിൽ സമശീർഷരിൽപ്പെട്ട ആലിമീങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ അവർ വലിയവരല്ലാഞ്ഞിട്ടല്ല, സമർത്ഥന്മാരായിട്ടില്ല. ഒരു പക്ഷേ ഞാൻ പറയുമ്പോൾ കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമ എന്ന ഈ മഹത്തായ പണ്ഡിത സംഘടന, താജുൽ ഉലമ അവറുകളും ഇപ്പോൾ നമ്മൾ അനുസ്മരിക്കുന്ന കുഞ്ഞറുട്ടി മുസ്ലിയാർ അവറുകളും ഒക്കെയാണ് അതിൻ്റെ സ്ഥാപകർ. അത് നമ്മൾ പറയാം, ഞാൻ ആ വിഷയം പറയേണ്ട ഒരു സന്ദർഭമല്ല ആ നിലയ്ക്കൽ സംസാരിക്കുന്നത്. ബഹുമാനപ്പെട്ടവർ ഒക്കെ അടക്കമുള്ള ഉലമാക്കൾ അത് സ്ഥാപിക്കുന്നതിന് വേണ്ടി കൂടിയ ഒരു വലിയ ഉലമ കൺവെൻഷൻ വണ്ടൂർ ജുമാഅത്ത് പള്ളിയിൽ ചേരുകയാണ്. ആ വണ്ടൂർ ജുമാഅത്ത് പള്ളിയിൽ ശൈഖുനാ താജുൽ ഉലമ അവർ വിളിച്ചു ചേർത്തതാണ്. ബഹുമാനപ്പെട്ട കക്കടിപ്പുറം അബൂബക്കർ മുസ്ലിയാർ അവറുകളടക്കമുള്ള മഹാന്മാരായ ഔലിയാക്കന്മാരും ആരിഫീകളും പ്രത്യേകം ആളുകളെ അയച്ചുകൊണ്ട് തന്നെ ആ യോഗത്തിൽ പ്രത്യേകമായി അവരുടെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. അവർ പ്രത്യേകമായി അറിയിച്ചിട്ടുമുണ്ട് ശൈഖുനാ അടങ്ങിക്കരുത് ഒരു സംഘം വേണമെന്നൊക്കെ. അതൊക്കെയെങ്കിലും നമ്മൾ അംഗീകരിക്കണം ബഹുമാനപ്പെട്ടവരെ അനുസ്മരിക്കുമ്പോൾ. ആ ബഹുമാനപ്പെട്ടവരടക്കമുള്ളവർ ആ നിലയിൽ വിളിച്ചു ചേർത്ത കാസർഗോഡ് മുതൽക്ക് എറണാകുളത്ത് നിന്ന് വരെയുള്ള ഉലമാക്കളിൽ അന്ന് ബഹുമാനപ്പെട്ട ശൈഖുനാ താജുൽ ഉലമ അവർക്ക് ലഭിക്കാവുന്നതിനെ എല്ലാം വിളിച്ചു ചേർത്തിട്ടുള്ളൊരു യോഗത്തിൽ ആ യോഗത്തിൻ്റെ ഗതി മാറ്റുന്ന വിധം ഒരു വലിയ പണ്ഡിതൻ, അദ്ദേഹം കോഴിക്കോടൊക്കെ ദർശനം നടത്തിയിട്ടുണ്ട്, വലിയൊരു പണ്ഡിതനാണ്. ആ പണ്ഡിതൻ ഇടപെട്ടുകൊണ്ട് സംസാരിക്കുന്നത്, അന്നത്തെ യോഗത്തിൽ വെച്ച് അവർ സംസാരിക്കുന്നത് ഒരു സംഗതി, ഒരു മസാല, സ്പീക്കറിൻ്റെ മസാല. ഈ മസാലയ്ക്ക് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഒരു സംഘടന ഉണ്ടാക്കണം, അങ്ങനെ ഒരു സംഘടനയായിട്ട് വരണോ എന്ന ഒരു സംശയം ബഹുമാനപ്പെട്ടവർ അവതരിപ്പിക്കുകയാണ്. അങ്ങനെ നിശബ്ദമായി നിൽക്കുന്ന ആ രീതിയിൽ ഒരാളൊരു അഭിപ്രായങ്ങൾ പറഞ്ഞാൽ പിന്നായ്മ കൂടെ അങ്ങനെ പോകലാണോ സാധാരണഗതിയിൽ ചർച്ചകൾ വരിക. ചർച്ച വഴിമാറിപ്പോകുമോ എന്ന ഘട്ടം വന്നിയപ്പോൾ ഇടപെട്ടുകൊണ്ട് ആദ്യമായി നമ്മൾ ആരും വിചാരിക്കാത്ത വിധം ബഹുമാനപ്പെട്ട ശൈഖുനാ അവറുകൾ വിവരിക്കുന്നതാണ്, ആരും വിചാരിക്കാത്ത വിധം ബഹുമാനപ്പെട്ട കുഞ്ഞറുട്ടി മുസ്ലിയാർ അവറുകളാണ് എഴുന്നേറ്റ് നിന്നിട്ട് പറയുന്നത്, ഇദ്ദേഹം ആ പറഞ്ഞ അഭിപ്രായം വേറെ ആർക്കെങ്കിലും ഇവിടെ ഉണ്ടോ എന്നൊരു ചോദ്യമാണ്. വേറെ ആർക്കെങ്കിലും ഉണ്ടോ ഒരു അഭിപ്രായം, ആ പറഞ്ഞ അഭിപ്രായം ഇങ്ങനൊരു സംഘടന രൂപീകരിക്കണ്ട എന്നുള്ളൊരു അഭിപ്രായം വേറെ ആർക്കെങ്കിലും ഉണ്ടോ എന്നാണ്. ഒറ്റപ്പെട്ടില്ല, മൂപ്പര് മാത്രം. എന്നാൽ പിന്നെ നോക്കുക എന്നുള്ള ആൾക്കും രൂപീകരിച്ചതാണ്. ഈ ഒരു സംഭവത്തെ അധികരിച്ച് ബഹുമാനപ്പെട്ട ശൈഖുനാ താജുൽ ഉലമ അവർ പറയാറുണ്ട്, കുഞ്ഞറുമുട്ടിയിലെ ഒരൊറ്റ ഇടപെടലാണ് അന്നത്തെ ഈ സംഘടനയുടെ രൂപീകരണത്തിൻ്റെ ഏറ്റവും വലിയ കാരണം. കുഞ്ഞറുമുട്ടിയിലെ സന്ദർഭത്തിലുള്ള ആ ഒരു ഇടപെടലാണ് ഈ ഒരു സംഘം രൂപീകരിക്കുന്നതിനുള്ള ഏറ്റവും വലിയ കാരണം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെ അല്ലാഹുവിൻ്റെ ഒരു തൗഫീഖാണിത്. കാരണം അവരുടെ ഗുരുവായ ശംസുൽ ഉലമ ഖുത്ബി അവറുകളുടെ ആശയപ്രകാരം ജീവിക്കുന്നതിന് വേണ്ടിയുള്ള സന്ദർഭം ഉണ്ടാക്കാനാണ് ബഹുമാനപ്പെട്ടവരൊക്കെ അതിൽ നിന്ന് രാജിവെച്ചു പോരുന്നത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ നിന്ന് കുറ്റപ്പെടുത്താൻ വേണ്ടിയല്ല. 1950കളിലാണ് അവരെ മുഷാവറയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നതെങ്കിലും 1925 രൂപീകരിക്കപ്പെടുന്ന ആ സംഘത്തിൽ മെമ്പറായിക്കൊണ്ട് ബഹുമാനപ്പെട്ട ഖുത്ബി അവറുകളുടെ ദർസിൽ നിന്ന് ചേർന്ന കൂട്ടത്തിൽ 3 ആളുകൾ ശേഷിച്ചവരാണ് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ അവറുകളും ശംസുൽ താജുൽ ഉലമ ബഹുമാനപ്പെട്ട വണ്ടൂരിലെ ഉസ്താദ് അവറുകളും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട കുഞ്ഞറുട്ടി മുസ്ലിയാർ അവറുകളും. പല സമ്മേളനങ്ങളിലും ശൈഖുനാ അവറുകൾ പ്രത്യേകം പറയാറുണ്ട്, സമസ്തയുടെ ആദ്യത്തെ മെമ്പർമാരിൽ എന്ന് ജീവിച്ചിരിക്കുന്നവർ 3 പേരാണ്. അതിൽ 2 പേര് ഞങ്ങൾ സംസ്ഥാനക്കാരാണ്, ഭൂരിപക്ഷം ഞങ്ങൾക്കാണെന്ന് പറയുമ്പോൾ സ്ഥാപിതമാരിൽ ഭൂരിപക്ഷം ഞങ്ങൾക്കാണ്. 2 പേർ മഞ്ചേരിയിലെ പ്രസിദ്ധ സമ്മേളനത്തിന് മുമ്പ് ഒരു പ്രസംഗം അതായിരുന്നു, 3 പേരിൽ 2 ആൾ ഞങ്ങളാണ്, 1 ആൾ മാത്രമേ മറുപക്ഷത്തുള്ളൂ എന്ന് പറയും. ആ രീതിയിൽ ബഹുമാനപ്പെട്ടവരൊക്കെ പ്രവർത്തിക്കുന്നത് ശംസുൽ ഉലമ ഖുത്ബി അവറുകൾക്ക് വേണ്ടിയാണ്. ആ ഖുത്ബി അവറുകൾക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ആ സംഘത്തിൻ്റെ ആ ഒരു ശൈലി അള്ളാഹുവിൻ്റെ തൗഫീഖ് പ്രകാരം നിലനിൽക്കുക എന്നത് മാത്രമാണ് അവർ പ്രതീക്ഷിച്ചിട്ടുള്ളൂ, മുന്നിൽ കാണുന്നുമുള്ളൂ. അൽഹംദുലില്ലാഹ് അത് ജീവിക്കുന്നതിലും അത് മുന്നോട്ട് ഗമിക്കുന്നതിലുമെല്ലാം നിസ്വാർത്ഥരിൽ നിസ്വാർത്ഥരായ മുഖ്ലിസീങ്ങളിൽ ഏറ്റവും ഉന്നതരായ മുവഫ്ഫഖുകളായ അള്ളാഹുവിൻ്റെ അടിയാറുകളിൽ ഉലമാക്കളിലും ഏറ്റവും ഉന്നതരായ നമ്മളിപ്പോൾ അനുസ്മരിക്കുന്ന ബഹുമാനപ്പെട്ടവർക്കും അതുപോലെ ശൈഖുനാ താജുൽ ഉലമ അവർക്കും അതുപോലെ അവർക്കൊപ്പം വന്ന് നിന്നുകൊടുത്ത ഉലമാക്കൾക്കും എല്ലാം വലിയ പങ്കുണ്ട്. ആ മഹത്തുക്കളായ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ഇടപെട്ടിടത്തോളമുള്ള നല്ല കാര്യങ്ങളിലെല്ലാം സജീവമായി ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ സാധാരണക്കാരിലൂടെ ദീനി ജീവിക്കുക, സാധാരണക്കാരിലൂടെ തഖ്വ നിലനിൽക്കുക, സാധാരണക്കാരിലൂടെ ഇഖ്ലാസ് നിലനിൽക്കുക,
സാധാരണക്കാരിലൂടെ സത്യസന്ധത നിലനിൽക്കുക, ആദർശബോധം നിലനിൽക്കുക, ഇതൊക്കെ ബഹുമാനപ്പെട്ട കുഞ്ഞറമുട്ടി മുസ്ലിയാർ സാധിച്ചിട്ടുള്ള ഒന്നാണ്. പ്രാസംഗികനല്ല, വേറെ ഏതെങ്കിലും നിലക്കുള്ള പൊതുപ്രവർത്തനത്തിൻ്റെ ശേഷി. പക്ഷേ സ്വന്തമായി കിട്ടുന്ന ആളുകളുമായി ബന്ധപ്പെട്ട് ശരിക്കും നിഷ്കളങ്കമായി തന്നെ സത്യസന്ധമായി തന്നെ ഇസ്തിഖാമത്തിൻ്റെ നിലയിൽ തന്നെ ജീവിക്കുന്നത് കൊണ്ട് ലഭിക്കുന്നതായ ഒരു നല്ല ഹാലു വാഹിദ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, ഒരാളുടെ ഹാൽ ഫീ അൽഫി റജുൽ, 1000 ആളുകൾ ചെലുത്തുന്ന സ്വാധീനം അൻഫഉ മിൻ ബഅദി അൽഫി റജുൽ ഫീ റജുൽ. ഒരു മനുഷ്യനിൽ 1000 പേർ ഗുണദോഷിച്ചുകൊണ്ട് താക്കീത് നൽകുന്ന ഉപദേശങ്ങൾ നൽകിയാൽ കിട്ടുന്നതിലേറെ ഉപകാരം ഒരാൾ 1000 ആളിൽ ചെയ്യും. ആ ആളുടെ ജീവിതം സംശുദ്ധമാണെങ്കിൽ, സത്യസന്ധമാണെങ്കിൽ, നിഷ്കളങ്കമാണെങ്കിൽ, അള്ളാഹുവിൻ്റെ വജ്ഹിന് വേണ്ടിയാണെങ്കിൽ. ഇതാണ് ബഹുമാനപ്പെട്ടവർ കാഴ്ചവെച്ചത്. ആ ഒരു ജീവിതമാണ് 90 വർഷം കാലം ജീവിച്ചപ്പോഴും ഏത് വിഷയത്തിലും ഇടപെട്ടത്. നമ്മളും ഏറ്റവും അധികം ആശിക്കുന്നത്, പരീക്ഷിക്കുന്നത് അവരൊക്കെ അറിയുമല്ലോ, അവരെ കാണുമ്പോഴെങ്കിലും അവരെ ബന്ധപ്പെടാനുള്ള അവസരം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകുമാറാവട്ടെ. മഹ്ശറിൽ വെച്ച് എല്ലാവരും കൂടുന്ന കൂട്ടത്തിൽ വെച്ച് വല്ലപ്പോഴും ഏതെങ്കിലും നിലയിൽ എവിടെയെങ്കിലും കണ്ടുമുട്ടാൻ സാധിച്ചാൽ അപ്പം നമ്മളെ അവർ കൈവിടില്ലല്ലോ. ഇവിടുത്തെ പരിചയം വെച്ചുകൊണ്ട് എങ്ങനെയും നമ്മുടെ കൈ പിടിക്കുമല്ലോ എന്ന ആശയും പ്രതീക്ഷയും മാത്രമാണ് ഞങ്ങളാൽ പലർക്കും ബഹുമാനപ്പെട്ടവരെ പോലുള്ളവരുമായി ബന്ധപ്പെടുന്ന ജീവിതത്തിൽ ഏറ്റവും വലിയ സൗഭാഗ്യമായി ലഭിച്ചിട്ടുള്ള ഒന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല സാർത്ഥകമാക്കുമാറാവട്ടെ. ആ പ്രതീക്ഷകൾ പുറത്തുമാറാവട്ടെ. അവരുടെ ദറജകൾ അല്ലാഹു തആല ഉയർത്തുമാറാവട്ടെ. നമ്മയും അവരെയും അവരുടെ മശായിഖുമാരോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല സുഖലോക സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. മുത്ത് ഹബീബായ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാനും അവിടുത്തെ ജിവാറിൽ വസിക്കാനുമുള്ള തൗഫീഖ്, അവസരം, സൗഭാഗ്യം അല്ലാഹു വശാരമായി നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.